നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും. നമ്മുടെ ജീവിതത്തില് നമ്മൾ ദൈവാരാധകരായി തീരണമെങ്കിൽ നമ്മൾ ലുദിയയെ കുറിച്ച് വായിക്കുന്നുണ്ട്. ലുദിയയെ കുറിച്ച് ഓർക്കുന്നു, ദൈവാരാധികയായിരുന്ന ലുദിയ. സെയിം വേ സത്യ ആരാധകരെ ദൈവം അന്വേഷിക്കുന്നു. നമ്മുടെ ഹൃദയാവസ്ഥയാണ്. അതായത് എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തോടുള്ള അനുസരണത്തിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കുന്ന, ഏത് ജഡത്തെയും ക്രൂശിക്കുന്ന ആ സ്നേഹമാണ് ദൈവാരാധന. നമുക്കറിയാം, ഇസാഖിനെ ബലി കഴിച്ചത് വഴി അബ്രാഹാം ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്നേഹിതൻ എന്നറിയപ്പെട്ടു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവാരാധകരാണെങ്കിൽ അതൊരു ആ വർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഹൃദയാവസ്ഥ, സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഇപ്പൊ നമ്മൾ 50 പേരുണ്ടെങ്കിൽ 50 സ്റ്റേജസിലായിരിക്കും നമ്മുടെ ലവ്. അതിൽ ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുന്ന ആളാണ് യഥാർത്ഥ ആരാധകൻ. 1 കൊറിന്തോസ് 8:3 വായിക്കുമ്പോൾ, 1 Corinthians 8:3 ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം അറിയുന്നു. ഇൻ അതർ വേർഡ്സ്, ദൈവത്തെ ട്രൂ വർഷിപ്പേഴ്സിനെ ദൈവം അറിയുന്നു. അപ്പൊ നമ്മുടെ ജീവിതം നോക്കും, നമ്മുടെ ജീവിതം ദൈവത്തിന്റെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകം ഇല്ലേ, ഒന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല. നമ്മൾ ഹീബ്രൂസിൽ വായിക്കുന്നുണ്ട്, അവന്റെ മുമ്പിൽ എല്ലാം മലർന്ന് തുറക്കപ്പെട്ടതായിട്ടിരിക്കുന്നു. അവനോട് അത്രയും നാം കണക്ക് പറയണ്ട. അപ്പൊ നമുക്ക് ഒരു മനുഷ്യനെ കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഒരു മനുഷ്യന്റെ ഒപ്പീനിയനെ കുറിച്ചും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം കാണുന്ന ദൈവം നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ വി ക്യാൻ ടേക്ക് റെസ്റ്റ്, വി ക്യാൻ ബി പീസ്ഫുൾ. അതുകൊണ്ടാണ് റോമാ ലേഖനം വായിക്കുമ്പോൾ റോമൻസ് 2 ഇത് നമ്മൾ ചിന്തിക്കുന്നത്, ദൈവത്തിന്റെ മുമ്പിൽ പരമാർത്ഥതയുള്ള ഒരു ഹൃദയത്തോടെ നമ്മളെല്ലാവരും ജീവിച്ചേ പറ്റൂ. കാരണം ഇതിനകത്ത് നമ്മൾ കൂടി വരുമ്പോൾ നമ്മളെല്ലാവരും ദൈവത്താൽ പ്രിയപ്പെട്ടവരും, ദൈവത്തിന് പ്രിയപ്പെട്ടവരും, ദൈവം അപ്രീഷിയേറ്റ് ചെയ്യുന്നവരും, ദൈവം സംതൃപ്തരുമായിട്ടുള്ളവരായി തീരണം. റോമാ സഭയെ കുറിച്ച് പറയുന്ന പോലെ, റോമാ സഭയെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയും, നിങ്ങളിൽ ഞാൻ സംതൃപ്തനാണ്. അപ്പൊ നമ്മളെല്ലാരെ കുറിച്ചും അത് പറയണം. അപ്പൊ നമ്മുടെ ഹൃദയത്തെ ദൈവം തുറന്നു നോക്കുമ്പോൾ, ഈ റോമൻസ് 2:28 തുടങ്ങി വായിക്കുമ്പോൾ, പുറമെ യഹൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂദൻ. അത് യഹൂദനുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞ, പുറമെ ക്രിസ്തീയ വിശ്വാസി ആയിരിക്കുന്നവനല്ല യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസി. യഥാർത്ഥ പരിച്ഛേദന അല്ലെങ്കിൽ യഥാർത്ഥ സ്നാനം ബാഹ്യവും ശാരീരികവുമല്ല, അകമേ ക്രിസ്ത്യാനി ആയിരിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. യഥാർത്ഥ സ്നാനത്തിന്റെ ഒരു സെയിം അല്ല, എന്നാൽ ഒരു എക്സ്റ്റേണൽ ആക്ട് എന്നുള്ള രീതിയിൽ അക്ഷരാർത്ഥത്തിലുള്ളതല്ല, ഹൃദയപരവും ആത്മീയവുമാണ്. അയാൾക്കുള്ള പ്രശംസ മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഹ്യൂമിലിറ്റി വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്ന് പ്രശംസ പിടിച്ചു പറ്റുന്നവരായിരിക്കും. ദൈവത്താൽ അപ്രീഷിയേറ്റഡ് ആകുന്ന ഒരു ഹൃദയാവസ്ഥയിൽ ജീവിച്ചാൽ, അതെ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നത്, അത് മാത്രമേ ആവശ്യമുള്ളൂ. ദൈവത്തിന് പ്രീതികരമായിട്ട് ഈ ലോകത്തിൽ ജീവിച്ചാൽ റെസ്റ്റ് എവറിത്തിങ് വിൽ ബി ലുക്ക്ഡ് ആഫ്റ്റർ. മുന്നമേ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ 1ാം സ്ഥാനം കർത്താവിന് കൊടുത്ത് ജീവിച്ചാൽ റെസ്റ്റ് എവറിത്തിങ് വിൽ ബി ലുക്ക്ഡ് ആഫ്റ്റർ. അതിനെക്കുറിച്ച് നമ്മൾ കരയും കേഴും ചെയ്യേണ്ട ആവശ്യമില്ല. 1 കൊറിന്തോസ് 2 വായിക്കുമ്പോൾ ഇതെല്ലാം സെയിം കാര്യമാണ്. 1 കൊറിന്തോസ് 2 അതെ, 3 തോന്നുന്നു, ദൈവത്തിൽ നിന്നുള്ള പ്രശംസയെ കുറിച്ച് എഴുതിയേക്കുന്ന സ്ഥലം മാറിപ്പോയില്ലേ. അതായത് യഥാർത്ഥ പ്രശംസ കർത്താവിൽ നിന്നാണ്, അതാ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ ആരാധകരാകണമെങ്കിൽ എങ്ങനെയുള്ള ഹൃദയമായിരിക്കണം? നമ്മുടെ ഹൃദയം ദൈവത്തിന് സ്വീകാര്യമായിരിക്കണം, ദൈവത്തിന് അപ്രീഷ്യബിൾ ആയിരിക്കണം. നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം നോക്കുമ്പോൾ അബ്രാഹത്തിന്റെ ഹൃദയത്തിലേക്ക് നോക്കിയ പോലെ
നമ്മളോട് ദൈവം അങ്ങനെയുള്ള ഒരു കാര്യം ഡിമാൻഡ് ചെയ്തിട്ടില്ല, ഇസാഖിന് ബലി കഴിക്കാനല്ല. അറ്റ് ദി സെയിം ടൈം നമ്മുടെ ജീവിതത്തിൽ കർത്താവിനേക്കാൾ പ്രിയങ്കരമായിട്ട്, അതായത് കർത്താവിനോടുള്ള അനുസരണത്തിന് പിടിച്ചടക്കാൻ പറ്റാത്ത ഒരു ഹൃദയാവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ടു ദാറ്റ് എക്സ്റ്റെന്റ് നമ്മളെ ക്രൂശിക്കാൻ നമ്മൾ വില്ലിങ് ആയിരിക്കും. 2 കൊരിന്ത്യർ 10 അധ്യായം എടുക്കുമ്പോൾ നമുക്കറിയാവുന്ന സ്ഥല 10-ന്റെ 3 തുടങ്ങി വായിക്കുമ്പോൾ, ലോകത്തിൽ ജീവിക്കുന്നെങ്കിലും ഞങ്ങൾ ലൗകികമായ യുദ്ധമല്ല നടത്തുന്നത്. ഞങ്ങളുടെ പടക്കോപ്പുകൾ ലൗകികങ്ങളല്ല. കോട്ടകൾ തകർക്കാനുള്ള ദൈവിക ശക്തി അതിനുണ്ട്. ദൈവജ്ഞാനത്തിനെതിരായുള്ള വാദങ്ങളെയും എല്ലാ വൻ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ നശിപ്പിക്കും. ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് എല്ലാ ചിന്തകളെയും അടിമപ്പെടുത്തും. നിങ്ങളുടെ അനുസരണം പൂർണ്ണമാകുമ്പോൾ എല്ലാ അനുസരണക്കേടുകളെയും ശിക്ഷിക്കാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് എതിരായിട്ടാണ് നമ്മുടെ ജഡം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് ഞങ്ങളുടെ എല്ലാ ചിന്തകളെയും അടിമപ്പെടുത്തും. കാരണം നമ്മുടെ ചിന്തകൾ എപ്പോഴും ജഡത്തിൽ നിന്ന് വരുന്ന ചിന്തകളും അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്നായിരിക്കില്ല പലപ്പോഴും. കാരണം വിശ്വാസത്തിൽ നിന്ന് ചിന്തകൾ വരണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയ്ക്കണം. കാരണം ദൈവത്തിന്റെ മനസ്സുള്ളവരായി തീരണമെങ്കിൽ ദൈവത്തിന്റെ വചനത്താൽ നമ്മുടെ ദൈവത്തിന്റെ മനസ്സ് ദൈവത്തിന്റെ വചനം. അപ്പൊ ദൈവത്തിന്റെ വചനത്താൽ നമ്മുടെ ഹൃദയത്തെ നിറച്ചാലേ നമുക്ക് ദൈവത്തിന്റെ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരും. ദൈവത്തിന്റെ ചിന്തകൾ ഉള്ളിൽ ഉണ്ടെങ്കിലേ നമുക്ക് ആ ചിന്തകൾക്കെതിരായിട്ടുള്ള എല്ലാ വാദങ്ങളെയും പ്രതിബന്ധങ്ങളെയും അടിച്ചമർത്താൻ പറ്റും. അപ്പൊ ഇവിടെ പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ പടക്കോപ്പുകൾ ലൗകികങ്ങളല്ല, കോട്ടകൾ തകർക്കാനുള്ള ദൈവിക ശക്തി അതിനുണ്ട്. അപ്പൊ ദൈവജ്ഞാനത്തിനെതിരായുള്ള വാദങ്ങളും എല്ലാ വൻ പ്രതിബന്ധങ്ങളും ഞങ്ങൾ നശിപ്പിക്കും. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവജ്ഞാനത്തിന് എതിരായിട്ട് ഒത്തിരി ജ്ഞാനമുണ്ട് ലോകത്തിൽ. അതുകൊണ്ട് തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ 1 തിമോത്തി 6 ദി ഒപ്പോസിഷൻസ് ഓഫ് നോളജ്, 1 തിമോത്തി 6:20 തുടങ്ങി വായിക്കുമ്പോൾ അന്ന് വായിക്കും, മലയാളവും ഇംഗ്ലീഷും വായിക്കണം. കാരണം എന്തൊക്കെയാണ് നമ്മുടെ വാദങ്ങൾ നമുക്ക് ദൈവജ്ഞാനത്തിനെതിരായിട്ട് ഒരു നോളജും ലോകത്തിലില്ല. 1 തിമോത്തി 6:20 തുടങ്ങി വായിക്കുമ്പോൾ, തീമോത്തിയോസേ, നിന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നത് നീ ഭദ്രമായി പരിരക്ഷിക്കുക. ദുഷിച്ച പ്രതിഭാഷണവും അറിവ് എന്ന് തെറ്റായി വിളിക്കപ്പെടുന്ന ആശയവൈരുദ്ധ്യങ്ങളും ഉപേക്ഷിക്കുക. ഇത് അംഗീകരിക്കുക വഴി ചില വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ട്. അതെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തിമോത്തിയോസിനോട് പറയാ. അപ്പൊ ഈ 2 തിമോത്തിയിൽ നമ്മൾ വായിച്ചു, ദൈവജ്ഞാനത്തിനെതിരായിട്ടുള്ള എല്ലാ വാദങ്ങളെയും പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ അടിച്ചമർത്തും, അല്ലെങ്കിൽ ഞങ്ങൾ നശിപ്പിക്കും എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പൊ ഇവിടെ തിമോത്തിയോസിനോട് പറയുകയാണ്, അതായത് തിമോത്തിയോസ്, നിന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നത് നീ ഭദ്രമായി പരിരക്ഷിക്കുക. നമ്മൾ ചിന്തിക്കുന്നത് ട്രൂ വർഷിപ്പേഴ്സ് ആയിരിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവവചന സത്യത്തെ പരിരക്ഷിക്കുക എന്ന് പറയുന്നതാണ്. അപ്പൊ ഇവിടെ തിമോത്തിയോസിനോട് പറയുകയാണ്, നിന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നത് നീ ഭദ്രമായിട്ട് പരിരക്ഷിക്കുക. അറ്റ് ദി സെയിം ടൈം ഇതിനെതിരായിട്ട് പല നോളജുകളും വരും. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്, അറിവ് എന്ന് തെറ്റായി വിളിക്കപ്പെടുന്ന ആശയ വൈരുദ്ധ്യങ്ങൾ ഉപേക്ഷിക്കുക. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവവചനത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ദൈവവചന പ്രകാരം ശരിയല്ലാത്ത എന്തൊക്കെ അറിവ് ലോകത്തിലുണ്ടോ അതെല്ലാം ഫാൾസ് നോളജാണ്. അത് നോളജ് അല്ല. അതിനെ ആശയ വൈരുദ്ധ്യങ്ങളും ഉപേക്ഷിക്കുക. ഇത് അംഗീകരിക്കുക വഴി ചിലർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം ബൈബിളിന് വിരുദ്ധമായിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ എവല്യൂഷൻ, ദൈവമാണ് സൃഷ്ടിച്ചതെന്നുള്ളത്, ആ എവല്യൂഷൻ തിയറി അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉൽപ്പത്തി വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ എവല്യൂഷൻ തിയറി അംഗീകരിക്കുക വഴി അനേകര് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ട്. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ, കാരണം വിശ്വാസത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം. നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനത്താലാണ്, പരിരക്ഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനത്താലാണ്, വിശുദ്ധീകരിക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനത്താലാണ്. ഇനി ദൈവവചനത്തിലെ വാഗ്ദത്ത പ്രകാരമാണ് നമ്മൾ മഹത്വീകരിക്കപ്പെടാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ട്രൂ വർഷിപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് സബ്മിറ്റഡ് ആയിട്ടുള്ള ലൈഫാണ്. ദൈവവചനത്തിന് സറണ്ടർ ചെയ്യാതെ വി കനോട്ട് വർഷിപ്പ് ദി ലോർഡ്. കാരണം ദൈവത്തിന്റെ വചനത്തെ ദൈവം എല്ലാറ്റിലും ഉപരിയായിട്ട് ഉയർത്തിയിരിക്കുന്നു. അപ്പൊ വർഷിപ്പ്, ഞാൻ ആ ടോപ്പിക്ക് വിടുക. കാരണം വർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അല്ലെങ്കിൽ അബ്രാഹത്തിന് ഇസ്ഹാക്കിന് ബലി കഴിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിന്റെ ഉടമകളായിരിക്കണം ആരൊക്കെ? നമ്മളെല്ലാവരും.
അസാധ്യമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ദൈവത്തെ എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് സ്നേഹിക്കുക എന്ന് പറയുന്നത് അത് ക്രിസ്ത്യ ജീവിതത്തിന്റെ LKG ബേസിക് കാര്യമാണ്. കർത്താവ് അപ്പസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളെയും ശിഷ്യന്മാരാക്കാന്ന്. നമ്മളൊന്ന് ആലോചിച്ച നമ്മളെങ്ങനെയാ അപ്പൊ ഇത് ഈ ശിഷ്യത്വത്തിലേക്ക് വന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ അബ്രാഹത്തിന്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ദി മോസ്റ്റ് ബേസിക് തിങ്. ശിഷ്യത്വത്തിന്റെ കണ്ടീഷൻസ് കർത്താവ് പഠിപ്പിച്ചത് നമുക്കറിയാം ലൂക്ക് 14. ഞാനത് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം നമ്മൾ ഓർക്കാൻ വേണ്ടി. കാരണം നമ്മൾ ശിഷ്യന്മാരായില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും? നിത്യത നഷ്ടപ്പെട്ടു പോകും. കാരണം ശിഷ്യന്മാരാക്കാൻ അപ്പസ്തലന്മാരോട് കർത്താവ് പറഞ്ഞു, അവര് ശിഷ്യന്മാരെയാണ് ആക്കിക്കൊണ്ടിരുന്നത്. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് കർത്താവ് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഇത് അതെ, വചനത്തിൽ ഉറച്ചു നിന്നാൽ എന്താവും? ശിഷ്യരാകും. അപ്പം വിശ്വാസികളുടെ ഒരു കൂട്ടത്തെ എടുക്കുമ്പോൾ അതിനകത്ത് ആരുണ്ട്? പിശാചുണ്ട്, എല്ലാ കപട വിശ്വാസികളും ഉണ്ട്, എല്ലാവരും എന്തെങ്കിലും വിശ്വസിക്കുന്നവരെല്ലാവരും. പക്ഷെ കർത്താവിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുന്നവർ മാത്രമേ ആരുള്ളൂ? ശിഷ്യരായി തീരത്തുള്ളൂ. അപ്പൊ ലൂക്ക് 14 നമ്മൾ പഠിക്കുന്നത് എന്താ പറഞ്ഞ, അപ്പനെ അമ്മയെ സഹോദരനെ സഹോദരി എന്നല്ല, സ്വജീവനെ. ദെൻ പിന്നീട് പറഞ്ഞേക്കുന്നു, അതായത് ഒരു ഭവനം പണിയുന്നതിന് മുമ്പ് അത് കൊടുക്കാനുള്ള വക, അത് പണി തീർക്കാനുള്ള വകയുണ്ടോ എന്ന് ആദ്യമേ ഇതിന് ചിന്തിക്കാതെ ഇറങ്ങി പുറപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം ഇതിന് ഇംഗ്ലീഷിലാണെങ്കിൽ ഫസ്റ്റ് കൗണ്ടിങ് ദി കോസ്റ്റ് എന്ന ഒരു വില കൊടുക്കേണ്ട മാർഗ്ഗമാണ് ക്രിസ്ത്യമാർഗം. അതുകൊണ്ടാണ് ഇതിലേക്ക് ആൾക്കാർ വരാത്തത്. അല്ല ക്രിസ്ത്യമാർഗം നല്ലതല്ലാത്തതുകൊണ്ടല്ല. കർത്താവ് പറഞ്ഞു ഉപ്പ് നല്ലതാ, പക്ഷെ ഇതിന് ഉറ കെട്ടുപോയാൽ പിന്നെ ഇത് വർത്ത്ലെസ്സാ. അങ്ങനെ ലൂക്ക് 14:33 അതിന്റെ കൺക്ലൂഷനാണ് കർത്താവിന്റെ. അങ്ങനെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാത്തെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹൃദയാവസ്ഥ, സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. കാരണം നമ്മൾ കാണുന്ന യോഹന്നാൻ കർത്താവ് ക്രൂശിക്കപ്പെടുന്ന സമയത്ത് യോഹന്നാൻ ഒരു വീടുണ്ടായിരുന്നു, പത്രോസിന് അമ്മായിയമ്മയുടെ വീടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭാര്യ വീടുണ്ടായിരുന്നു, ദെൻ കൊറിന്ത സഭയിലുള്ളവർക്ക് വീടുകളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഇല്ലാതെ ജീവിക്കുന്നവരെന്നുള്ള അർത്ഥത്തിലല്ല. അറ്റ് ദി സെയിം ടൈം ഹൃദയാവസ്ഥ എന്തായിരിക്കും? സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്തായിരിക്കും? അതെ, 1 കൊറിന്തോസ് 4:7 ഇത് ഉട്ടോപ്യൻ കൺസെപ്റ്റ് ആണെന്നും ഇത് പറയുന്ന പോലെ ജീവിക്കാൻ പറ്റുന്നതല്ല എന്നും ഇതിന് പറയാൻ എളുപ്പമാണെന്നൊക്കെ പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എന്നോട് ജോലാന്ന് പറഞ്ഞത്, നമ്മുടെ ഇത് കേട്ടിട്ട് ഒരാൾ പറഞ്ഞത് ഇതൊന്നും പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല, ഇതൊന്നും കേട്ടിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ തന്നെയാണ്. നമ്മൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നമ്മൾ അളക്കപ്പെടും. ഇത് പ്രായോഗിക അല്ല എന്ന് വിശ്വസിച്ചാൽ പ്രായോഗിക അല്ല. കർത്താവ് ആരെയും നിർബന്ധിക്കുന്നില്ല. ആ 12 പേരോടും കർത്താവ് ചോദിച്ചു, നിങ്ങളും പോകുന്നു? ഇത് എന്നെ സംബന്ധിച്ചാണെങ്കിൽ കർത്താവിന് എന്നെ അല്ല ആവശ്യം, എനിക്ക് കർത്താവിനെ ആവശ്യം. അതുകൊണ്ട് there is no other way. എന്താ പറഞ്ഞാൽ അവൻ എന്നെ കൊന്നാലും വേറൊരു സ്ഥലത്തേക്കും പോകാൻ ആഗ്രഹിക്കുന്നുമില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കരുത് കർത്താവ് എഴുതി തന്നേക്കുന്ന കാര്യങ്ങൾ നമുക്കത് ജീവിതത്തിൽ അതുപോലെ തന്നെ പ്രാവർത്തികമാക്കാൻ പറ്റാത്തതാണെന്ന് ചിന്തിച്ചാൽ നമ്മൾ ദൈവത്തെ നുണയനാക്കുക. അപ്പൊ 1 കൊരിന്തോസ് 4:7 വായിക്കുമ്പോ, അതായത് ആ ഡിസൈപ്പിൾഷിപ്പിൽ അങ്ങനെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാത്ത ആർക്കും എന്റെ ശിഷ്യനാകാൻ പറ്റില്ല. സിമ്പിൾ ടീച്ചിങ്. അത് സിമ്പിൾ. 4:7 വായിക്കാം. ആരെങ്കിലും നിന്നിൽ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? നൽകപ്പെട്ടിട്ടുള്ളതല്ലാതെ നിനക്ക് എന്തുണ്ട്? ഇത് നൽകപ്പെട്ടതാണ് എങ്കിൽ അങ്ങനെയല്ല എന്ന മട്ടിൽ നീ അഭിമാനിക്കുന്നത് എന്തിനാ? അതെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഒരുപോലെ എഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ്. ദൈവം തന്നതല്ലാതെ എവരിബഡി 100%. പക്ഷെ ജീവിതം എടുക്കുമ്പോൾ സെക്കൻഡ് പാർട്ട് പലപ്പോഴും മീറ്റ് ചെയ്യത്തില്ല. അതായത് ഇത് നൽകപ്പെട്ടതാണ് എങ്കിൽ ജീവിതം വരുമ്പോഴോ അങ്ങനെ അല്ല എന്നുള്ള മട്ടിൽ. അപ്പൊ നമ്മൾ പുറത്തായി, ഡിസൈപ്പിൾഷിപ്പിൽ നിന്ന് ഔട്ടായി. നോക്ക്, കർത്താവിന്റെ സ്റ്റാൻഡേർഡ് ഹൈ ആണ്. ഇത് വില കൊടുത്ത് ആൾക്കാർ നേടിയ മാർഗമാണ്. നമ്മൾ വായിക്കുന്നുണ്ട് ഹീബ്രൂസ് 11 അനേകർ വിശ്വാസാൽ വിജയം വരിച്ചു. എന്നാൽ കുറെ ആൾക്കാർ ലോകത്തിലെ അന്യരും പരദേശികളുമായിട്ട് പരതി നടന്നു. മൃഗങ്ങളുടെ തോലിനകത്ത് ഇരുന്നു അറുത്ത് മുറിക്കപ്പെട്ടു. ചിലർ വിമോചനം നിരാകരിച്ചു. അവരെ ഉൾക്കൊള്ളാൻ ലോകം യോഗ്യമായിരുന്നില്ല.
എന്നാൽ അവരാരും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. വിദൂരത്തിൽ നിന്ന് അതിനെ അഭിവാദ്യം ചെയ്തിട്ട് അന്യരും പരദേശികളും ഏറ്റുപറഞ്ഞ് അവർ ഈ ലോകത്തിൽ മരിച്ചു. എന്നാൽ അവർക്കില്ലാത്ത ഒന്ന്, അവരെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒന്ന്, കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം നമുക്കായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മെ കൂടാതെ അവർ പൂർണ്ണരാകാൻ ദൈവം ഇച്ഛിച്ചില്ല. കാരണം അതുകൊണ്ടാണ് കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണ് പഴയ നിയമകാല വിശുദ്ധർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടിയുള്ളൂ. കാരണം പാപത്തിനുള്ള പരിഹാരം നിറവേറിയിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഹൃദയാവസ്ഥ ജീവിച്ചേ പറ്റൂ. അപ്പൊ നമ്മുടെ അഹങ്കാരം പോകും, നമ്മുടെ വല്യഭാവം പോകും. നമ്മുടേതായിട്ടൊന്നും ഇല്ല എന്നുള്ള യഥാർത്ഥ ഹൃദയാവസ്ഥയിലാണെങ്കിൽ നമ്മൾ താഴ്മ ജീവിക്കാൻ പഠിക്കും. കാരണം എന്തുണ്ട്? കർത്താവിൻ്റെതാണ്. അത് യഥാർത്ഥമായിട്ടുള്ള ഒരു ഹൃദയാവസ്ഥയെ നമ്മൾ ജീവിക്കും. നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല. നമുക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അഹങ്കാരം ഉണ്ടാവും. അഹങ്കാരം എന്നുള്ള വേർഡ് പോലും ഉണ്ടാകത്തില്ല. എപ്പോഴും ഈ സെക്കൻഡ് പാർട്ട് നമ്മൾ അംഗീകരിക്കാത്തതുകൊണ്ടാണ് മനുഷ്യർക്ക് അഹങ്കാരവും ഉച്ചനീചത്വങ്ങളും ഹൃദയത്തിലുണ്ടാകുന്നതിന്റെ റീസൺ അതാ. ഇത് നൽകപ്പെട്ടതാണ് എങ്കിൽ അങ്ങനെ അല്ല എന്ന മട്ടിൽ നീ അഭിമാനിക്കുന്നത്. നമുക്ക് പലതും ദാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മക്കളെ ദാനമായിട്ട് കിട്ടിയിട്ടുണ്ട്, വീട് കിട്ടിയിട്ടുണ്ട്, പലതും നമുക്കുള്ളതെല്ലാം ദാനമായിട്ട് കിട്ടിയതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്തോ ചെയ്തുണ്ടാക്കിയ പോലെ, നേടിയെടുത്ത പോലെ സംസാരിക്കാറുണ്ട്. ആ സംസാരിക്കുന്നതോടുകൂടി നമ്മുടെ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് 0 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമായിത്തീരും. ഒന്നുമില്ല, 0 ആയിത്തീരും നമ്മുടെ ക്രിസ്ത്യ ജീവിതം. കാരണം അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. അപ്പസ്തലനായ പൗലോസ് പറയും, ഞാൻ എന്തായിരിക്കുന്നോ അത് ദൈവത്തിന്റെ കൃപയാലാണ്. തിമോത്തിയോസിൽ നമ്മൾ വായിച്ച്, ഞാൻ പാപികളിൽ അഗ്രഗണ്യനായിരുന്നു, എന്നാൽ കർത്താവിന്റെ കരുണ എൻ്റെ മേൽ ചൊരിഞ്ഞു. അപ്പൊ നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ കരുണയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചതാ. അപ്പൊ നമ്മൾ ഈ ഡിസൈപ്പിൾഷിപ്പ് അല്ലെങ്കിൽ ഹൃദയാവസ്ഥയെ കുറിച്ച് ചിന്തിച്ചു. ദെൻ സ്തുതി സ്തോത്രത്തെ കുറിച്ച് നമ്മൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുക. അതിന്റെ പവർ പലപ്പോഴും ഈ എക്സ്പ്രസിങ് താങ്ക്സ് അല്ലെങ്കിൽ നന്ദി കരയറ്റുന്നത് ഇറ്റ് ഈസ് എ ഫോം ഓഫ് പ്രൈസിങ് ദി ഗോഡ്. 1-2 റെഫറൻസ് എടുക്കുമ്പോൾ രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് കിടക്കുന്നത് 1-2 സ്ഥലം വായിക്കുമ്പോൾ ഈ ഫസ്റ്റ് ക്രോണിക്കിൾസ് 16:4 ഒന്ന് വായിക്കും. ഇംഗ്ലീഷിൽ വായിച്ചാൽ ആ പ്രൈസും താങ്ക്സ് എന്നുള്ളത് കിട്ടും. ഫസ്റ്റ് ക്രോണിക്കിൾസ് 16:4 മലയാളം കൂടെ വായിക്കും. കൂടാതെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് യാചനയും സ്തോത്രവും സ്തുതിയും സമർപ്പിക്കാൻ ലേവ്യരിൽ ചിലരെ കർത്താവിന്റെ പേടകത്തിന് മുമ്പിൽ ശുശ്രൂഷകരായി ദാവീദ് നിയമിച്ചു. അതെ, 16:4 ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്. And he appointed some of the Levites to minister before the ark of the Lord, to commemorate, to thank and to praise the Lord God of Israel. Thanking and praising always going together. കാരണം expressing the real thankness is a form of praising God. യഥാർത്ഥമായിട്ട് നമ്മുടെ ദൈവത്തിന് നന്ദി പറയുമ്പോൾ നമ്മൾ ആരെ എക്സാൾട്ട് ചെയ്യുന്നത്? ദൈവത്തെയാണ്. അപ്പൊ താങ്കിങ് ഗോഡ് ഈസ് എ ഫോം ഓഫ് പ്രൈസിങ് ദി ലോർഡ്. വീണ്ടും ഒരു റെഫറൻസോടെ വായിക്കുമ്പോൾ ഈ ഫസ്റ്റ് ക്രോണിക്കിൾസ് തന്നെ 23:20 വായിക്കുമ്പോൾ, ഫസ്റ്റ് ക്രോണിക്കിൾസ് 1-2 റെഫറൻസ് വായിക്കുന്നുള്ളൂ. ബൈബിളിൽ ഹൺഡ്രഡ്സ് ഓഫ് റെഫറൻസുകളുണ്ട്. എല്ലാം വായിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിൽ നിന്ന് ആ പ്രിൻസിപ്പിൾ പഠിച്ചാൽ മതി. 23:20 ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്. ഫസ്റ്റ് ക്രോണിക്കിൾസ് വായിക്കുമ്പോൾ 23:20 ഇല്ല അല്ലേ? അല്ല, 16 തന്നെ 35 വായിക്കുമ്പോൾ, സോറി 16:35 വായിക്കുമ്പോൾ ഇങ്ങനെ പറയൂ, ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ ജനതകളുടെ ഇടയിൽ നിന്ന് ഒന്നിച്ചു കൂട്ടി മോചിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങൾ നിന്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം അർപ്പിക്കുകയും നിന്റെ പുകഴ്ചയിൽ അഭിമാനം കൊള്ളുകയും ചെയ്യട്ടെ. Gather us together and deliver us from the Gentiles, to give thanks to your holy name and to triumph in your praise. അപ്പോൾ താങ്കിങ് ഗോഡ് ആൻഡ് പ്രൈസിങ് ദി ഗോഡ് ടുഗദർ. ദെൻ ഈ നെഹമ്യ എടുക്കുമ്പോൾ നെഹമ്യ 12:46 ഒരു 3-4 റെഫറൻസേ വായിക്കുന്നുള്ളൂ. നെഹമ്യ 12:46 For in the days of David and Asaph
of old, there were chiefs of singers and songs of praise and thanksgiving to God. അപ്പൊ സോങ്സ് ഓഫ് നമ്മൾ ചിന്തിച്ചത്, അപ്പം വൺ ഓഫ് ദി മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് ഗോഡ് ഈസ് ബൈ സിംഗിങ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കർത്താവിന് പാടുന്നത്, കർത്താവിന് പ്രൈസ് ചെയ്യുക. അപ്പൊ പ്രൈസിങ് ആൻഡ് താങ്ക്സ് ഗോയിങ് ടുഗദർ. അപ്പൊ ഇതിന്റെ ആ കമ്പൈൻഡ് ആയിട്ടുള്ള ആ അവസ്ഥയുടെ സ്ട്രെങ്തിനെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. കാരണം ദൈവത്തെ പ്രൈസ് ചെയ്തില്ലെങ്കിൽ, നമ്മൾ ചിന്തിച്ചതാ, അതായത് പ്രൈസ് ചെയ്യുമ്പോൾ പൊങ്ങുന്ന ഒരു ദൈവം അല്ല. അറ്റ് ദി സെയിം ടൈം നമ്മൾ പ്രൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? നമുക്ക് വേണ്ടിയാ. നമ്മൾ ദൈവം ഡിസൈൻ ചെയ്തേക്കുന്നത്, അതായത് ഗോഡ് ഹാസ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഇമേജ്. ഈ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ ഈ സിസ്റ്റം സൗണ്ട് ആയിട്ട് പോകത്തുള്ളൂ. അങ്ങനെയാണ് ആദ്യം അവയും ഒരു കുഴപ്പവും കൂടാതെ പെർഫെക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. ഈ ദൈവമായിട്ടുള്ള ആ എന്താ പറയുക, റെസണൻസ് ബ്രോക്കൺ ആയി, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള സൗണ്ട് റിലേഷൻ പോയി. അപ്പൊ എല്ലാ പ്രശ്നവും വന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് എന്തിനെങ്കിലും പ്രൈസ് ചെയ്തേ മനുഷ്യന് സ്വസ്ഥത കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ എന്തിനെങ്കിലും വർഷിപ്പ് ചെയ്തേ മനുഷ്യന് സ്വസ്ഥത കിട്ടത്തുള്ളൂ. കാരണം അങ്ങനെ ദൈവം ഡിസൈൻ ചെയ്തേക്കുന്നത്. കാരണം അങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കറിയാലോ, അൾട്ടിമേറ്റ്ലി സഭയെ ചേർക്കാൻ കർത്താവ് വരും. നമ്മൾ റെവലേഷനിൽ വായിക്കുന്നത് കുഞ്ഞാടിന്റെ വിവാഹം ആസന്നമായിരിക്കുന്നത്. അപ്പൊ കുഞ്ഞാടിന്റെ മണവാട്ടിയായിട്ടാണ് കർത്താവ് സഭയെ ഒരുക്കുന്നത്. അതായത് ആ കർത്താവുമായി ചേരുന്ന ഏക ആത്മാവിൽ കർത്താവുമായിട്ട് ഒന്നായി ചേരുന്ന അവസ്ഥയിൽ, അവിടെയാണ് നമ്മുടെ വർഷിപ്പും പ്രൈസും എല്ലാം ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നത്. അത് ഇറ്റ് ഈസ് ഫോർ അവർ ബെനിഫിറ്റ്. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്ന പോലെ തന്നെ ഇത് ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം ദൈവം എന്തിനു തന്നേക്കുന്നതാ? നമ്മുടെ നന്മയ്ക്ക് വേണ്ടി. ഇതൊന്നും മറക്കരുത്. ബേസിക് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ. ഈ ഡ്യൂട്രോമി 10:13 വായിക്കുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മൾ മത്സരിച്ചതിനെ ദൈവത്തിന്റെ വചനം അനുസരിക്കാനായിട്ട്. കാരണം ഓരോ വചനം അനുസരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും നന്മ വന്നുകൊണ്ടേയിരിക്കും. ഒന്ന് ഡ്യൂട്രോമി 10:13 അതൊന്ന് വായിക്കാം. ഇന്ന് നിന്റെ നന്മയ്ക്ക് നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്ന കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുക. അതെ, ഇത് മറക്കരുത് ഒരിക്കലും. അതായത് എന്തെല്ലാം ദൈവത്തിന്റെ കൽപ്പനയുണ്ടോ ഇതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എവറിത്തിങ്, ഈവൻ ദി സ്ലൈറ്റസ്റ്റ് സ്ട്രീക്ക് ഓഫ് പെൻ നമ്മൾ അനുസരിച്ച് കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ നമ്മുടെ സിസ്റ്റം, കാരണം ഉൽപ്പത്തി തുടങ്ങി വെളിപാട് വരെ ഉള്ളത് മനുഷ്യനെ അനുസരിക്കാനായിട്ട് ദൈവം എഴുതി തന്നിരിക്കുന്നതാണ്. അപ്പൊ അതില് ഇന്ന് നിന്റെ നന്മയ്ക്കായി നിന്നോട് കൽപ്പിക്കുന്ന കൽപ്പനകൾ. അപ്പം ഈ പ്രൈസ് ആൻഡ് താങ്ക്സ് ഗിവിങ് കമ്പൈൻഡാ. ഈ 106 സങ്കീർത്തനം എടുക്കുമ്പോൾ അവര് ചെങ്കടൽ തീരത്ത് വെച്ച് 106:12 വായിച്ചോ. അപ്പോൾ അവർ അവന്റെ വചനങ്ങൾ വിശ്വസിച്ചു, അവർ അവന് സ്തുതി പാടി. അതെ, അതായത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള സ്തുതിയുടെ പവറിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടത്. കാരണം ദൈവത്തിന് സ്തുതി അവര് എപ്പോഴാ പാടിയത്? അവന്റെ വചനങ്ങളെ വിശ്വസിച്ചു അവർ ദൈവത്തിന് സ്തുതി പാടി. അപ്പൊ ഈ വിശ്വാസത്തിൽ നിന്നാണ് ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള സ്തുതി വരുന്നത്. അല്ലാതെ അതുകൊണ്ടാണ് ഈ 78 സങ്കീർത്തനം എടുക്കുമ്പോൾ അതോടെ ഇത് രണ്ട് നമ്മൾ അറിഞ്ഞേ പറ്റൂ. 78 സങ്കീർത്തനത്തില് അതിന്റെ 36 തുടങ്ങി വായിക്കുമ്പോൾ 78:36 അവർ തങ്ങളുടെ വായ കൊണ്ട് അവന് കപട സ്തുതി അർപ്പിച്ചു, അവനോട് കള്ളം പറഞ്ഞു, അവരുടെ ഹൃദയം അവനോട് അചഞ്ചലമായി ചേർന്ന് നിന്നില്ല, അവന്റെ ഉടമ്പടിയോട് അവർ വിശ്വസ്തരായിരുന്നില്ല. അപ്പൊ ഇതില് 36-37 കൂടെ വായിക്കുമ്പോഴാണ് എന്തായിരുന്നു കപട സ്തുതി എന്നുള്ളത് മനസ്സിലാകുന്നത്. അവര് സ്തുതിച്ചു, ഇസ്രായേൽക്കാർ ദൈവത്തെ സ്തുതിച്ചു. അവർ പല സ്ഥലങ്ങളിൽ സ്തുതിക്കുന്ന നമ്മൾ വായിക്കുന്നുണ്ട്. കാളക്കുട്ടി ഉണ്ടാക്കി ദൈവത്തെ സ്തുതിച്ചു, എല്ലാം ചെയ്തു. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത് അവർ തങ്ങളുടെ വായ കൊണ്ട് അവന് കപട സ്തുതി അർപ്പിച്ചു, അവനോട് കള്ളം പറഞ്ഞു, ദെൻ അവരുടെ ഹൃദയം അവനോട് അചഞ്ചലമായി ചേർന്ന് നിന്നില്ല, അവന്റെ ഉടമ്പടിയോട് അവർ വിശ്വസ്തരായിരുന്നില്ല. അപ്പൊ കപടസ്തുതി എന്താണെന്ന് മനസ്സിലാക്കിയാല് നേരായിട്ടുള്ള സ്തുതി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും തെറ്റെന്താന്ന് മനസ്സിലാക്കിയാൽ ശരി മനസ്സിലാക്കാൻ പറ്റും. സെയിം വേ കപടസ്തുതി എന്ന് പറയുന്നത്, ഒന്ന്
ഹൃദയം അവനോട് അചഞ്ചലമായി ചേർന്ന് നിന്നില്ല. നമ്മുടെ ഹൃദയം എങ്ങനെ കർത്താവിനോട് ആലോചിച്ച് വേറെ ഒന്നും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ഹൃദയത്തിന്റെ ഒരു എന്താ പറയുന്നത് സ്കാനിങ് എടുത്താല് അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെയറന്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുത്താല് നമ്മുടെ ഹൃദയം എങ്ങനെയാണ് അൺചേഞ്ചിങ് ആയിട്ട് അതെയോ അതിനകത്ത് സെൽഫിഷ് മോട്ടീവ്സ് ഉണ്ട്? കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുന്ന എന്തെങ്കിലും കർത്താവിൽ നിന്ന് കിട്ടാനാണോ അതെയോ കൊടുക്കാനാണോ? കാരണം ഇറ്റ് ഈസ് ബെറ്റർ ടു ഗീവ് എന്ന കർത്താവ് പഠിപ്പിച്ചു. ഇറ്റ് ഈസ് ബെറ്റർ ടു ഗീവ് ദാൻ ടു റിസീവ്. നമുക്കുള്ളതെല്ലാം ദൈവത്തിന് കൊടുത്തു കഴിയുമ്പോൾ ദൈവത്തിന്റെ ഉദാര മനസ്കനായിട്ടുള്ള ദൈവം നമുക്ക് ഏറ്റവും നല്ലതായിട്ടുള്ളതും ഏറ്റവും ഐശ്വര്യമായിട്ടുള്ളതും ദൈവം തന്നുകൊണ്ടേയിരിക്കും. അതൊരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസാ. അപ്പൊ ഇവിടെ നമ്മുടെ ഹൃദയത്തിന്റെ വിശ്വസ്തത മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ, വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ദൈവത്തോട് നമ്മുടെ ഹൃദയം വിശ്വസ്തമായിട്ട് നിലനിന്നാലും വിശ്വസ്തമായിട്ട് ചേർന്ന് നിൽക്കാതെ നമ്മൾ കർത്താവിന് പാടിയാൽ അത് കപട സ്തുതിയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് അവരുടെ ഹൃദയം അവനോട് അചഞ്ചലമായി ചേർന്ന് നിന്നില്ല. അചഞ്ചലമായി ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അപ്സ് ആൻഡ് ഡൗൺസ് ഒന്നും ഇല്ല. കർത്താവിന് ഹൃദയം കൊടുത്തേക്കുന്നത്. അല്ലെ നമുക്ക് എന്തെങ്കിലും നന്മ വരുമ്പോ കർത്താവിനോട് അടുത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കർത്താവിന് അതിനെക്കുറിച്ചല്ല. അചഞ്ചലമായിട്ട് നമുക്ക് കിട്ടിയോ കിട്ടിയില്ലോ, കഷ്ടങ്ങൾ വന്നോ നമുക്ക് ജോബിന്റെ പുസ്തകമൊക്കെ അതിന് ജോബിന്റെ ഇതൊക്കെ നമുക്ക് വലിയ എക്സാമ്പിളാണ്. ജോബിനെ കുറിച്ച് ന്യൂ ടെസ്റ്റ്മെന്റിൽ ഏത് ബുക്കിൽ എഴുതിയിരിക്കും? അതെ, അവിടെ പറഞ്ഞേക്കുന്നത് എന്താ? കർത്താവിന്റെ എന്താ? അതായത് കർത്താവിന്റെ കരുണ എന്ന് പറഞ്ഞേക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. യാക്കോബ് 5:11 സെന്റൻസില് നോക്കിക്കോ. അചഞ്ചലരായിരുന്നവരെ നാം ഭാഗ്യവാന്മാർ എന്ന് വിളിക്കുന്നു. യോബിന്റെ അചഞ്ചലതയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ കർത്താവിന്റെ ലക്ഷ്യം എന്തായിരുന്നെന്നും കർത്താവ് എത്രയോ അനുകമ്പാലും ദയാമയനുമാകുന്നു എന്നും നിങ്ങൾ കണ്ടുകഴിഞ്ഞു. ഇത് മനസ്സിലാകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ? ഇത് മനസ്സിലാകുമോ? അതായത് ജോബിന്റെ ജീവിതത്തില് ഭയങ്കരമായിട്ടുള്ള രോഗം പിടിച്ചു, ഭൗതിക സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, മക്കള് നഷ്ടപ്പെട്ടു. അപ്പൊ ഇതിൽ നിന്ന് ദൈവത്തിന്റെ സ്നേഹം അല്ലെ ദൈവത്തിന്റെ അനുകമ്പ, ദൈവത്തിന്റെ കരുണ പഠിക്കണമെങ്കിൽ എന്താ പറയുക, നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി ഹാർട്ട് അല്ലെങ്കിൽ സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് എബോവ് അല്ലാത്തവർക്ക് ഒന്നും മനസ്സിലാകത്തില്ല. കുടം കമത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്ന പോലെ ഇരിക്കത്തുള്ളൂ. കാരണം ജോബിന്റെ കഷ്ടങ്ങളിൽ നിന്നുള്ള എന്തായിരുന്നു ജോബിന് കിട്ടിയ നന്മ? എന്തായിരുന്നു? അല്ല, പല രീതിയിലും പറയാം. അതായത് ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലാണ്. ഇത് സിലബസ് തന്നിട്ടുള്ള ക്വസ്റ്റിനാ. ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലാണ് അവസാനം കിട്ടിയത്. ഇരട്ടിയാ. അപ്പോ ഇങ്ങനെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, യോബിന് കഷ്ടം വന്നിങ്ങനെ അവസാനം ഇരട്ടി കിട്ടിയില്ലേ? 10 പിള്ളേര് മരിച്ചുപോയി, 20 പിള്ളേർ കിട്ടിയില്ല, 10 തന്നെ കിട്ടിയുള്ളൂ. അറ്റ് ദി സെയിം ടൈം അതിനകത്തുള്ള മെറ്റീരിയൽ പ്രോപ്പർട്ടി ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയോ, അക്കാഡമിക് ഇൻട്രസ്റ്റ് എല്ലാം ഡബിളാ. പിന്നിപ്പോ ജോബിന് എന്താ പറ്റിയത്? അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അറ്റ് ദി സെയിം ടൈം ഇതിൽ കർത്താവിന്റെ കരുണ എന്താ ജോലി? അചഞ്ചലമായിരുന്നവരെ നാം ഭാഗ്യവാന്മാർ എന്ന് വിളിക്കുന്നു. യോബിന്റെ അചഞ്ചലതയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. യോബിന്റെ ഒരു അചഞ്ചലതയാ, അതായത് അവൻ എന്നെ കൊന്നാലും ഞാൻ. നമ്മളങ്ങനെയാണ് എന്തെങ്കിലും സിറ്റുവേഷൻ വന്ന കർത്താവിനെ നമ്മൾ വിട്ട് ഉപേക്ഷിക്കുമോ? അപ്പോ ഒന്ന് ജോബിന്റെ അചഞ്ചലത, അവൻ എന്നെ കൊന്നാലും നോ പ്രോബ്ലം. ഒന്ന്, എൻ്റെ ഡെയിലി ഭക്ഷണത്തെക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ദൈവത്തിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പൊ ഇവിടെ യോബിന്റെ അചഞ്ചലതയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ കർത്താവിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇത് ജോബിന്റെ പുസ്തകം വലിയൊരു പുസ്തകമാണ്. ഇതിനകത്ത് 1 വേർഡില് അതിന്റെ ആൻസർ കിട്ടുന്നതാണ്. അല്ല ഒത്തിരി അതിനകത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവരുടെ സംസാരമൊന്നും അറിയേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ ലക്ഷ്യം എന്താണ് സിനി? ജോബിന്റെ പുസ്തകത്തിൽ പൂർണ്ണ മാനസാന്തരം എന്നുള്ളതല്ല. നോ ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന റിപ്പന്റൻസ്. ജോബ് മാനസാന്തരപ്പെടാത്ത ആളൊന്നുമല്ല. ജോബിനെ കുറിച്ച് പറയുന്നത് ഈ ജോബിനെ പോലെ ആരും ആ ദേശത്തില്ലായിരുന്നു.
ഇല്ലേ? പെർഫെക്റ്റ്. ബട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരെയും കുറിച്ച് അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, നമുക്ക് രക്ഷിക്കപ്പെട്ട ഒരാളാണെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും കുറിച്ചും കർത്താവ് ഇതേ പറയത്തുള്ളൂ. ഹീസ് പെർഫെക്റ്റ്ലി റൈറ്റിയസ്, നീതിമാനാണ്. നീതിമാനായിട്ടുള്ള ജോബിനെ കണ്ടോന്ന് പറയുന്ന പോലെ തന്നെ നമ്മളെ കുറിച്ച് എല്ലാവരെയും കുറിച്ചും പറയുന്നത് തന്നെ. അറ്റ് ദി സെയിം ടൈം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, ഇല്ലേ? കമ്മിറ്റ്മെന്റ് വ്യത്യാസമില്ല, അതെല്ലാവരും ഒറ്റ കമ്മിറ്റ്മെന്റ് ആണ്, ആണോ? കമ്മിറ്റ്മെന്റ് വ്യത്യാസമുണ്ട്. കമ്മിറ്റ്മെന്റിനനുസരിച്ച് നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിക്കും. ഓരോരുത്തരുടെയും കരങ്ങളുടെ ശുദ്ധിക്ക് അനുസരിച്ച് ദൈവത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത്, കിട്ടിക്കൊണ്ടേയിരിക്കും. അതിപ്പോ അവനവനെ തീരുമാനിക്കേണ്ട, അവനവന്റെ ഫെയ്റ്റ്, അവനവന്റെ കമ്മിറ്റ്മെന്റ്. നമ്മൾ വായിക്കുന്ന ഒരു ഭവനത്തില് മരം കൊണ്ടും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഒക്കെ ഉള്ള പാത്രങ്ങളുണ്ട്, നമ്മളൊക്കെ ഇതിൽ പെട്ടവരാ. അറ്റ് ദി സെയിം ടൈം ഒരുവൻ തന്നെ ശുദ്ധീകരിക്കുക നമ്മുടെ കയ്യിലാണ്. നമുക്കിത് മതി എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ അങ്ങനെ. അറ്റ് ദി സെയിം ടൈം ഐ വാണ്ട് ടു ബി ദി ബെസ്റ്റ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് ദൈവത്തിന് വേണ്ടി കൊടുക്കണം എന്ന് തീരുമാനിച്ച് സ്ട്രഗിൾ ചെയ്താൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ജോബിന്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഇതേ കാര്യം നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടായിരിക്കുന്നത്. നമ്മളെല്ലാം മാനസാന്തരപ്പെട്ടവരാ, നമ്മളെല്ലാം നീതീകരിക്കപ്പെട്ടവരാ, മരിച്ച സ്വർഗത്തിന് അവകാശികളാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപ പരിഹാരയാഗം പ്രതിപുരുഷ യാഗത്തിൽ വിശ്വസിച്ച് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാ. അറ്റ് ദി സെയിം ടൈം ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന റിപ്പൻറ്റൻസിലാണോ നമ്മൾ ജീവിക്കുന്നത്? അല്ല എങ്കിൽ ജോബിന്റെ ജീവിതത്തിൽ വന്ന സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടാണെങ്കിലും ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന മാനസാന്തരത്തിൽ എത്തിപ്പെടുന്നത് ദൈവത്തിന്റെ കരുണയാണ്. ഹാർഡ് സിലബസ് അല്ലേ? ഹാർഡ് സിലബസ് അല്ലേ? അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇതിൽ നിന്ന് ആർക്കും എസ്കേപ്പ് ഇല്ല. നോ ബഡി ക്യാൻ എസ്കേപ്പ്. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, ആർ യു ഹാപ്പി വിത്ത് മീ? അല്ലെങ്കിൽ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഈ സിലബസിൽ നമ്മൾ ഇതല്ലാതെ വേറെ രക്ഷാമാർഗവും ഇല്ല. ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന റിപ്പൻറ്റൻസിൽ എത്തിയില്ലെങ്കിൽ ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന റിപ്പൻറ്റൻസിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് കർത്താവിന്റെ കരുണ. അതാണ് ജോബിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട എന്ത്? കരുണ, ദൈവത്തിന്റെ കരുണ. നമ്മുടെ ലാംഗ്വേജിൽ അത് ദൈവത്തിന്റെ കരുണയല്ല, പക്ഷെ എന്താ പറയുക, അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഈസ് ദി ലാംഗ്വേജ് ഓഫ് ദി ബൈബിൾ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ദൈവത്തോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്, ലോർഡ്, ആർ യു ഹാപ്പി വിത്ത് മൈ റിപ്പൻറ്റൻസ്? അല്ലെങ്കിൽ പ്രശ്നമാണ്. ആർക്കും അതിന് രക്ഷപ്പെടാൻ പറ്റത്തില്ല, ആർക്കും രക്ഷയില്ല അതിന്. കാരണം ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്ന പോലെ. പൗലോസിന് വേണ്ടിയിട്ട് വേറൊരു സിലബസ് ഇല്ല, ഇത് എല്ലാ മനുഷ്യർക്കുള്ള സിലബസാണ്. പൗലോസ് പറഞ്ഞു, അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും അവനെ പ്രസാദിപ്പിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന് അതാണ് ലക്ഷ്യം. അല്ല എങ്കിൽ ദൈവം ആ ലക്ഷ്യത്തിൽ കൊണ്ട് എത്തിക്കുക. അതിന് ഭയങ്കര ഹാർഡായിട്ടുള്ള സിലബസിൽ കൂടെ പോകേണ്ടി വരും, ടഫ് സിലബസിൽ കൂടെ കടന്നു പോകേണ്ടി വരും. അതിന് ആർക്കും എസ്കേപ്പ് ഇല്ലല്ലോ. അത് ഓരോരുത്തരുടെ പ്രായത്തിനും പക്വതയ്ക്കും അനുസരിച്ച് കുറേശ്ശെ ദൈവത്തോളം ക്ഷമയുള്ള ആരുമില്ല. ദൈവത്തിന്റെ ക്ഷമയില് പതുക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് റെബല്യസ് ആകാതെ ഒബീഡിയന്റ് ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ, ജെറമിയ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ, കോപത്തിൽ എന്നെ കറക്റ്റ് ചെയ്തോ, ബട്ട് കോപത്തിൽ കറക്റ്റ് ചെയ്യല്ലേ പ്ലീസ്. നമ്മളും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, കർത്താവിന്റെ കോപം. നോക്ക്, ഞാൻ ഈ അടുത്ത ദിവസം ഒരാള് ഒരു റിലീജിയസ് എക്സ്ട്രീമിസ്റ്റിന്റെ പ്രസംഗം കേൾക്കാനിടയായി. അപ്പോൾ ഈ മതപരിവർത്തനത്തെ കുറിച്ചൊക്കെ ഉള്ള ഒരു കാര്യം. അപ്പൊ അതായത് ആധികാരികത ഒന്നും അറിയത്തില്ല, അമേരിക്കയിൽ കുറെ ആൾക്കാർ ഒരു മൂവ്മെന്റ് നടത്തി ബൈബിൾ നിരോധിക്കണം അമേരിക്കയിൽ. അപ്പൊ അതിന് പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ബൈബിളിൽ നിന്നുള്ള കൊട്ടേഷൻസ്, അതായത് കാനാനിൽ കയറുമ്പോൾ ദൈവം പറയുന്ന കാര്യങ്ങൾ, അവിടെയുള്ളവരെ നിഗ്രഹിച്ചിട്ട് ആ ദേശം, അതായത് കൊല പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു ദൈവമാണ് ബൈബിളിലെ ദൈവം. നോക്കാം, എടുക്കേണ്ട ആവശ്യമില്ല. അവർ ഗോഡ് ഈസ് എന്താ പറയുന്നത്, ദി എലിമിനേറ്റർ ഓഫ് ദി ഈവിൾ. നോഹിന്റെ കാലത്ത് നമ്മളത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും പാപം നിറഞ്ഞപ്പോ നോഹിന്റെ കാലത്തുള്ള ജനത്തെ മുഴുവൻ ദൈവം വെള്ളത്തിൽ മുക്കിക്കൊന്നു. സോദോം ഗൊമോറയിൽ പാപം പെരുകിയപ്പോ അവരെ ദൈവം തീരെ ചുട്ടുകൊന്നു. ഇതേ ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ഇത് പറയാൻ നമ്മൾ ലജ്ജിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ദൈവത്തിന്റെ ക്യാരക്ടർ മറ്റു പലരും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് തെറ്റായ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ബൈബിളിനെ ഡിസോൺ ചെയ്യേണ്ട ആവശ്യമില്ല. ബൈബിളിൽ നമ്മൾ അഭിമാനിക്കണം. നമ്മുടെ ദൈവം ഇങ്ങനെ തന്നെ ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട്. ദൈവം ഒരു സ്ഥലത്ത് തിന്മ വർദ്ധിക്കുമ്പോൾ ദൈവം അവിടെ ദൈവത്തിന്റെ എന്താ പറയുന്നത് നീതി അല്ലെങ്കിൽ ദൈവത്തിന്റെ ക്രോധം വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ ചിന്തിച്ചത് സാം 78 നമ്മൾ ജോബിനെ എടുത്തത് എന്തിനു വേണ്ടിയാണ്? കപടസ്തുതിയെ കുറിച്ച്. കപടസ്തുതി 78 നമ്മൾ വായിച്ചു. അവർ കപടസ്തുതി എങ്ങനെയായിരുന്നു? അവരുടെ ഹൃദയം അചഞ്ചലമായിരുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നോക്ക്, ഈ വെള്ളത്തിലെ ഫ്ലോട്ടിംഗ് വാൽവ് ഉണ്ട്. ഫ്ലോട്ടിംഗ് വാൽവ് വെള്ളത്തിന്റെ ലെവൽ ഏതാണേലും വാൽവ് എങ്ങനെ കിടക്കും?
പൊങ്ങിക്കിടക്കും. നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കണം. കഷ്ടം വരട്ടെ, നഷ്ടം വരട്ടെ, ഇത് എത്ര കാലത്തേക്കാണ് കഷ്ടം വരാൻ പോകുന്നത്, എത്ര കാലത്തേക്കാണ് സഫറിങ് വരാൻ പോകുന്നത്? പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ അല്പകാലത്തെ സഹനത്തിന് ശേഷം സകല കൃപാവരങ്ങളിലും ദൈവവും നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പൊ ഇതില് 78 അപ്പൊ നമ്മുടെ ജീവിതത്തില് യഥാർത്ഥമായിട്ടുള്ള സ്തുതിയുടെ പവറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മള് കപടസ്തുതി നമ്മളുണ്ടോ എന്ന്, അല്ല നല്ലൊരു പാട്ട് പാടിയതുകൊണ്ടോ പാട്ടിന്റെ ട്യൂൺ നല്ലതായതുകൊണ്ടോ ഞാനൊരു എന്താ പറയുക സോങ്ങറിലായിട്ട് കുറെ പാട്ട് കേട്ടപ്പോൾ ഇത്രയും പാട്ട് പാടിയ ആള് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. കർത്താവിനെ കുറിച്ച് നല്ല പാട്ടുകൾ. അത് കഴിഞ്ഞപ്പം ഇങ്ങനെ സൈഡിൽ കണ്ടു ഈ സെയിം സിംഗർ വേറെ ജാതിയുടെ റിലീജിയസ് പാട്ട് പാടുന്നു എന്ന് പറഞ്ഞേക്കുന്ന പോലെ നമ്മുടെ പാട്ടിന്റെ സൗന്ദര്യം കുറവായതുകൊണ്ട്, അല്ലെങ്കിൽ പാട്ട് പാടുന്നു, ഇപ്പൊ നമ്മൾ തന്നെ പാട്ട് ഇത്തിരി ഓടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും ചിരിക്കും ഇല്ലേ? ഇതിനൊന്നും ഇതിനൊന്നും 5 പൈസയുടെ വാല്യൂ കൊടുത്തിട്ടില്ല. ദൈവം ഹൃദയങ്ങളെ മാത്രം നോക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ നല്ല ഹൃദയമാണ്, ജീവിക്കാൻ ഏറ്റവും ഈസിയാണ്. അറ്റ് ദി സെയിം ടൈം എന്തെങ്കിലും വിക്കറ്റ്നെസ് ഉണ്ടെങ്കിൽ ഇത്തിരി പ്രശ്നമാണ്. അപ്പൊ 78 ഒന്ന് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള പ്രൈസ് ചെയ്യണമെങ്കിൽ ഹൃദയം എങ്ങനെയായിരിക്കണം? ആചഞ്ചലമായിട്ട് നിൽക്കണം. ആചഞ്ചലമായിട്ട്. ജോബിന്റെയാണ് എക്സാമ്പിൾ ബൈബിളിൽ കൊടുത്തേക്കുന്നത്. ജോബ് ആചഞ്ചലനായിരുന്നു, ജോബിന്റെ എല്ലാം നഷ്ടപ്പെട്ടു. ജോബിന്റെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? നമ്മൾ വായിച്ചത് 1 Corinthians 4:7 ജോബിന്റെ സ്റ്റേറ്റ്മെന്റ്. ഓൾഡ് ടെസ്റ്റമെന്റ് ആണെങ്കിൽ അവൻ തന്നു, എടുത്തു. ഹി ഹാസ് ഗോട്ട് ദി റൈറ്റ്. നമുക്ക് നമ്മുടെ ജീവൻ ദൈവം തന്നതാണെങ്കിൽ ഈ ജീവനെ ഏത് സമയത്തും എടുക്കാനുള്ള റൈറ്റ് ദൈവത്തിനുണ്ട്. ജീവൻ ദൈവത്തിൻ്റെതാ അല്ലേ? ജീവന്റെ നായകൻ ജീവനെ ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല. അപ്പൊ ഇതില് അചഞ്ചലമായിട്ടുള്ള ഒരു ഹൃദയം, എന്തൊക്കെ അപ്സ് ആൻഡ് ഡൗൺസ് വന്നാലും, ആരൊക്കെ പ്രൊവോക്കേറ്റ് ചെയ്താലും കർത്താവിനെ പ്രതി സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹൃദയം. അവന്റെ ഹൃദയം അചഞ്ചലമായി ചേർന്ന് നിന്നില്ല. 2, അവന്റെ ഉടമ്പടിയോട് വിശ്വസ്ത. അതെ, ഉടമ്പടി കർത്താവിന്റെ വേർഡാ. അതായത് ദൈവത്തിന്റെ വചനത്തോട് വിശ്വസ്തത ഇല്ലാതെ നമുക്ക് ദൈവത്തിന് പ്രീതികരമായിട്ട് ദൈവത്തെ സ്തുതിക്കാനേ പറ്റില്ല. Proverbs 28:9 28:9 ഇതൊക്കെ ഒരിക്കലും ഹൃദയത്തിൽ നിന്ന് പോകാത്ത വേർഡുകളാണ്. 28:9 ഒന്ന് വായിച്ചാൽ. നിയമം കേൾക്കാൻ ചെവി കൊടുക്കാത്തവന്റെ പ്രാർത്ഥന പോലും മ്ലേച്ഛതയാണ്. അതെ, നമ്മൾ വിചാരിക്കും എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചാൽ ദൈവം ഇങ്ങോട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. നമ്മള് ഒരു നോൺ സ്ക്രിപ്ചർ, കാരണം നമുക്കെല്ലാം നമ്മുടെ അറിവ് പരിമിത. പക്ഷെ ദൈവം നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ശേഷിക്കനുസരിച്ച്, നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് നമുക്ക് താങ്ങാൻ പറ്റുന്ന അളവിൽ ദൈവം തന്നുകൊണ്ടേയിരിക്കും. മോർ ആൻഡ് മോർ സ്ക്രിപ്ചർ. ദി മോർ യു ആർ ഒബീഡിയന്റ്, അനദർ സെറ്റ് കിട്ടും. നമ്മൾ തന്നേക്കുന്നത് അനുസരിക്കാതിരുന്നാലും അടുത്ത സെറ്റ് കിട്ടത്തില്ല. തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നീ ചിന്തിക്കുക. അപ്പൊ എന്താ നെക്സ്റ്റ് എന്താ? സെക്കൻഡ് തിമോത്തി 2:7 വായിക്കുമ്പോ, അപ്പൊ നമ്മുടെ നോളജ് ഇത് നമുക്ക് കർത്താവിനോടുള്ള അനുസരണത്തിന്റെ ഒരു അളവിലാണ് നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള നോളജ് കിട്ടത്തുള്ളൂ. 2 Timothy 2:7 ഞാൻ പറയുന്നവയെ പറ്റി ചിന്തിക്കൂ, അപ്പോൾ കർത്താവ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി. അതെ, അപ്പൊ കിട്ടിയേക്കുന്ന തിമോത്തിയോസിനോട് പറയാം, ഞാൻ പറഞ്ഞേക്കുന്നത്, അതായത് പൗലോസ് തിമോത്തിയോസിന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങള് അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്ത് ഹൃദയത്തെ അർപ്പിച്ചു കഴിയുമ്പോൾ ഈ പൗലോസ് പറയാത്ത കാര്യങ്ങളെ കുറിച്ച് തിമോത്തിയോസിന് വേണ്ട കാര്യങ്ങൾ ദൈവം അപ്പപ്പോ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ നോളജ്, ദൈവജ്ഞാനം, ദൈവത്തെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുന്നത് നമുക്ക് റിവീൽഡ്. ഇപ്പൊ നമ്മൾ നോക്കും, നമ്മുടെ അറിവ് പലർക്കും പല അളവിലെ അറിവ് ആയിക്കോട്ടെ, നോ പ്രോബ്ലം. പക്ഷെ മനസ്സിലാക്കിയ കാര്യങ്ങളോടുള്ള കമ്മിറ്റ്മെന്റിനനുസരിച്ച് അടുത്ത ക്വാണ്ടിറ്റി ഓഫ് കാര്യങ്ങൾ ദൈവം കാണിച്ചു തരും. അവിടെ തന്നെ നിൽക്കും, അങ്ങനെ തന്നെ നിന്ന് ആ ലെവലിൽ തന്നെ പോയി അങ്ങനെ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത്, അപ്പൊ കപട സ്തുതിയാണോ എന്നുള്ളത് അറിയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദി വേർഡ് ഓഫ് ഗോഡ് ആണ്. നമ്മുടെ സ്തുതി ദൈവത്തിന് സ്വീകാര്യവും അസ്വീകാര്യവും ആക്കുന്നത്. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത്, അവന്റെ ഉടമ്പടിയോട് അവർ വിശ്വസ്തരായിരുന്നില്ല. അപ്പൊ കപടസ്തുതി അല്ലാതാണെങ്കിൽ 2 കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന്, അചഞ്ചലമായിട്ടുള്ള വിശ്വാസം, അചഞ്ചലത. ജോബിന്റെ അചഞ്ചലതയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വേറെ ഒരാളുടെ അചഞ്ചലതയെ കുറിച്ചുകൂടെ ന്യൂ ടെസ്റ്റമെന്റിലുണ്ട്. ആരുടെ? ഹരിസിനി.
മോശയുടെ അചഞ്ചലത എങ്ങനെ ന്യൂ ടെസ്റ്റമെന്റ് വരുന്നത്? ന്യൂ ടെസ്റ്റമെന്റ് കഥാപാത്രത്തെ ഞാൻ പറഞ്ഞു. അപ്പൊ ഒന്ന് അചഞ്ചലത, രണ്ട് എന്തിനോടുള്ള വിശ്വസ്ത? ദൈവത്തിന്റെ വചനത്തോട്. ഉടമ്പടിന്ന് ദൈവത്തിന്റെ വചനം. അപ്പൊ നമ്മുടെ വചനത്തെ നോക്ക്, ഈ രണ്ട് കാര്യം നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താല് നമുക്ക് ദൈവത്താൽ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ജീവിതം എന്തായിരിക്കും ലോകത്തിൽ? ഗോഡ് ഈസ് ബിഹൈൻഡ് അസ്. റോമാലേഖനത്തിൽ വായിക്കുന്നത് ദൈവം നമ്മുടെ കൂടെ എങ്കിൽ, ദൈവം അങ്ങനെ വെറുതെ കൂടെ നിൽക്കില്ല. അതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. ഈ കപടസ്തുതി അർപ്പിച്ചവരുടെ കൂടെ ദൈവം ഉണ്ടോ? നോ, നെവർ. ദൈവം ഒരു കള്ളത്തരത്തിന്റെ കൂടെ നിൽക്കത്തില്ല. ഒരു വചനവിരുദ്ധ പരിപാടിയുടെയും കൂടെ ദൈവം ഉണ്ടാകത്തില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ കാണുന്നതല്ലേ എല്ലാം കർത്താവിന്റെ നാമത്തിൽ നടക്കുന്നതൊന്നും ദൈവത്തിൽ നിന്നല്ല. വചനവിരുദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്തും, ക്രിസ്തുവിന്റെ പഠനത്തെ മറികടന്ന് അപ്പുറത്തേക്ക് പോകുന്ന ഒരു സ്ഥലത്തും ദൈവം ഇല്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഇവിടെ രണ്ട് കാര്യം നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമ്മളെല്ലാം കുറെയൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്നത്. ഒന്ന്, നമ്മൾ അചഞ്ചലര, കർത്താവിനെ ഉപേക്ഷിക്കുന്ന ആരും ഇവിടെ ഇല്ല. ഐ എം 100% ഷുവർ. രണ്ട്, ഈ ദൈവവചനത്തോടുള്ള വിശ്വസ്തയിൽ വ്യത്യാസമുണ്ട്, ഇല്ലേ? അപ്പൊ ഇതില് രണ്ടാമത് ആരുടെ ആവറിച്ച് അചഞ്ചലത പറഞ്ഞിരിക്കുന്നത്? റെഫറൻസ് പറ. 2 തിമോത്തി 3 ഈ സ്റ്റീഫന്റെ അടുത്ത്, ഈശ്വറിന്റെ അടുത്ത് ഞാൻ എന്റെ മനസ്സിൽ, ഞാൻ ഇതിന്റെ എന്താ പറയുന്നത്, ഓവറോൾ കസ്റ്റോഡിയൻ അല്ല, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നുള്ളൂ. 2 തിമോത്തി 3 പോൾ പറയുന്നത് അതിന്റെ 10 തുടങ്ങി വായിക്കുമ്പോ അത് വായിക്കാം. എന്റെ പ്രബോധനവും പെരുമാറ്റവും ജീവിത ലക്ഷ്യവും എന്റെ വിശ്വാസവും എന്റെ ക്ഷമയും എന്റെ സ്നേഹവും എന്റെ അചഞ്ചലതയും ഞാൻ സഹിച്ച പീഡകളും കഷ്ടതകളും അന്ത്യോക്യയിലും ഇക്കോണിയയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ചവയും ഞാൻ സഹിച്ച എല്ലാ മർദ്ദനങ്ങളും നിനക്ക് അടുത്തറിയാമല്ലോ. ചിന്തിച്ചു നോക്കും. പൗലോസ് പറയുന്ന കാര്യങ്ങൾ നമുക്കിത് വായിക്കാൻ എളുപ്പമാണ്. ലുസ്ത്രയിൽ സംഭവിച്ച കാര്യം നമുക്കറിയാം. എന്താ? ആലോചിച്ചു. ഇതൊക്കെ തിമോത്തിയോസിനോട് പറയുന്നത്. ഇന്നത്തെ നമുക്ക് നോക്ക്, നമ്മുടെ മക്കളോട് അല്ലെ നമ്മുടെ വിശ്വാസ സമൂഹത്തോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ. ആദ്യം ഞാൻ കർത്താവിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒന്നുമില്ലായിരുന്നു, വന്നു കഴിഞ്ഞപ്പോൾ ദൈവം ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ച കാര്യം. പൗലോസ് എന്താ 2 തിമോത്തിയോസില് വിന്റർ ക്ലോത്തിങ് എവിടെയോ വെച്ചേക്കുന്ന ഒരു ക്ലോത്തിങ്ങും ഉള്ളൂ. പിന്നെ ഉള്ളത് ബൈബിളോ. ഇത് രണ്ടും കയ്യിലുള്ളൂ. ഇതൊക്കെ വായിച്ചിട്ട് ഈ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ അപ്പസ്തോലന്മാരുടെ പാത അറിഞ്ഞിട്ട് നമ്മൾ ഇന്നും ലോകത്തിന്റെ അട്രാക്ഷൻസിന്റെ പുറകെ പോകുന്നവരാണെങ്കിൽ ദുഃഖകരം എന്നേ പറയാൻ പറ്റും, വേറൊന്നും പറയാൻ പറ്റില്ല. അൺഫോർച്ചുനേറ്റ് എന്നേ പറയാൻ പറ്റും. നമുക്ക് പൗലോസ് പറയും, ലുസ്ത്രയിൽ എനിക്ക് സംഭവിച്ചത് തിമോത്തിയോസിന് അറിയാം. ആലോചിച്ച് നോക്ക്, കല്ലെറിഞ്ഞ് മരിച്ചു എന്നുള്ള ലക്ഷ്യത്തില് മരിച്ചെന്ന് വിചാരിച്ച് അവരിട്ടിട്ട് പോയി. അവര് ശിഷ്യന്മാരുടെ അടുത്തുകൂടി പ്രാർത്ഥിച്ചപ്പോ ഒരുപക്ഷെ ഈ ചില സ്റ്റഡി ബൈബിളുകാർ എഴുതിയേക്കുന്നത് മരിച്ചു എന്നാണ്. കാരണം ആ എഴുന്നേറ്റ് നിന്നുള്ള വേർഡ് റിസറക്റ്റഡ് എന്നുള്ള വേർഡാണ് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്. ആ സമയത്താണ് പൗലോസ് 3-ാം സ്വർഗത്തിൽ പോയതെന്നൊക്കെ ആയിരിക്കാം, മരിച്ച് സ്വർഗത്തിൽ പോയിട്ട് വന്നതായിരിക്കാം. കാരണം ആ വേർഡ് കറക്റ്റാണ്. അവരെല്ലാം കൂടി എഴുന്നേറ്റ് നിന്നൊരു വേർഡില്ലേ, അത് റിസറക്റ്റഡ് എന്നുള്ള സെയിം വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്. അത് കറക്റ്റാണ്, അത് യു ക്യാൻ ചെക്ക് ഇറ്റ്. അപ്പോൾ ലുസ്ത്രയിൽ വെച്ച് എനിക്ക് സംഭവിച്ച കാര്യം നിനക്ക് അറിയാമല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തില് നമ്മുടെ മക്കളുടെ അടുത്ത് കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കർത്താവിന് വേണ്ടി സഹിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമ്മുടെ കാരണം ഇതിൽ നിന്നൊക്കെ ക്രിസ്ത്യാനിറ്റി ഉണ്ടാവും. ക്രിസ്ത്യാനിറ്റിയുടെ വിത്തെന്ന് പറയുന്ന രക്തസാക്ഷികളുടെ രക്തമാണ്. അല്ല നമ്മൾ വിചാരിച്ചേക്കുന്ന പോലെ ഇന്നീ കാണുന്ന ഡ്യൂപ്ലിക്കേറ്റ് ക്രിസ്ത്യാനിറ്റി അല്ല, ഇന്നീ കാണുന്ന പ്രോസ്പെറിറ്റി ഗോസ്പെല്ലിലെ യേശു ക്രിസ്തു അല്ല ഇവർ പ്രസംഗിച്ചത്. ഇത് വേറൊരു യേശു ക്രിസ്തുവാണ്. അതായത് ഈ ഇസ്ലാം എന്ന് പറയുന്നത് എന്താ പറയുന്നത്, പിശാച് ഡയറക്റ്റ് വേഷം കെട്ടിയേക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ അതിനേക്കാൾ ഇസ്ലാമിനെ കീഴ്പ്പെടുത്തിയിട്ടാണ് അതിനേക്കാൾ സൂപ്പർ ഡ്യൂപ്ലിക്കേറ്റ് ആ പ്രോസ്പെറിറ്റി ഗോസ്പെൽ. കാരണം ഇസ്ലാം ഇപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് അവരുടെ എക്സ്ട്രീമിസവും ഇതെല്ലാം. കാരണം ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് പേടിയാണ്. അപ്പൊ അതിലേക്ക് ആളെ കിട്ടാതെ വന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരെ നരകത്തിൽ കൊണ്ടുപോകാനായിട്ട് പിശാച് ഇറക്കിയേക്കുന്ന സാധനമാണ് പ്രോസ്പെറിറ്റി ഗോസ്പെൽ. അതിൽ ഇഷ്ടം പോലെ ആളെ കിട്ടും. കാരണം സ്വർഗത്തിലും പോവാം, ഇവിടെ ഐശ്വര്യം അവിടെ ഐശ്വര്യം. അപ്പസ്തോലന്മാർ പഠിപ്പിച്ചു അനേകം കഷ്ടങ്ങളിലൂടെയാണ് ഇവിടുത്തെ. കാരണം നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും കംഫർട്ട് എനിക്ക് വേണ്ടെന്ന് അവർ പാടിയത്. അപ്പൊ ഇവിടെ പൗലോസ് പറയാൻ ലുസ്ത്രയിലും
അന്ത്യോക്യയിലും ഞാൻ സഹിച്ച പീഡകളും കഷ്ടതകളും അന്ത്യോക്യയിലും ഇക്കോണിയയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ചവയും ഞാൻ സഹിച്ച എല്ലാ മർദ്ദനങ്ങളും നിനക്ക് അടുത്തറിയാമല്ലോ. എന്നിട്ടും അവയിൽ നിന്നെല്ലാം കർത്താവ് എന്നെ രക്ഷിച്ചു. അതിനകത്ത് നമ്മൾ വായിച്ചത് എന്റെ അചഞ്ചലത. ന്യൂ ടെസ്റ്റ്മെന്റിൽ വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? അതിനൊന്നും. കാരണം പൗലോസ് പറയാണ്. അപ്പൊ പൗലോസ് അർപ്പിച്ച നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസിന്റെ സ്തുതി കപടസ്തുതി ആയിരുന്നില്ല. കാരണം അചഞ്ചലനായിരുന്നു. നമ്മൾ വായിച്ചതാണ് ലുസ്ത്രയിൽ വെച്ച് കല്ലെറിയപ്പെട്ടു. പിറ്റേ നമ്മൾ എന്താ കാണുന്നത്? പിറ്റേ ദിവസം വേറൊരു സ്ഥലത്ത് പോയി അവിടെയും സുവിശേഷം. അതാണ് നമ്മുടെ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് വരും. തീർച്ചയായിട്ടും വരും. മാനുഷികമായിട്ട് നമുക്ക് ദുഃഖങ്ങളും വരും. ബട്ട് അതിൽ നിന്ന് നമ്മൾ തലപൊക്കി എഴുന്നേൽക്കേണ്ടവരാ, അചഞ്ചലരായിട്ട്. അല്ലെങ്കിൽ ഈ അപ്സ് ആൻഡ് ഡൗൺസ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ലാത്ത. എന്നിട്ട് പൗലോസ് വീണ്ടും പറയുകയാണ്, ഞാൻ സഹിച്ച എല്ലാ മർദ്ദനങ്ങളും നിനക്ക് അടുത്തറിയാമല്ലോ. എന്നിട്ടും അവയിൽ നിന്നെല്ലാം കർത്താവ് എന്നെ രക്ഷിച്ചു. ക്രിസ്തു യേശുവിൽ ദൈവിക ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാം തീർച്ചയായും ഈ ലോകത്തിൽ പീഡിപ്പിക്കപ്പെടും. ഈ ലോകം അവരുടെ ശാശ്വത നിവാസമല്ല. അവര് വേറൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുക്കപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ വേറൊരു രാജ്യത്തിലെ പൗരന്മാരാണ്. അപ്പൊ ഇവിടെ എന്നാൽ അത് കഴിഞ്ഞിട്ട് അടിയിലോട്ട് വായിക്കുമ്പോൾ ഈ 14 സെന്റൻസ് ആണ് ശരിക്കും ഹൃദയസ്പർശിയായിട്ടുള്ളത്. എങ്കിലും നിന്നെ സംബന്ധിച്ചാകട്ടെ നമുക്ക് നമ്മുടെ മക്കളാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വിശ്വാസം ഹാൻഡ് ഓവർ ചെയ്യേണ്ടത് മക്കൾക്കാണ്. അതാണ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി. ദെൻ നമ്മൾ സുവിശേഷം പറഞ്ഞ് നമ്മുടെ പ്രവർത്തനത്തിലൂടെ വിശ്വാസത്തിൽ വന്നവര് നമ്മുടെ മക്കൾ തന്നെയാണ് സ്പിരിച്വലി. അല്ലെ നമ്മൾ കൂടി വരുമ്പോൾ മ്യൂച്വലി നമ്മൾ ഏക ശരീരമാണ്. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്നത്, എങ്കിലും നിന്നെ സംബന്ധിച്ചാകട്ടെ നീ പഠിക്കുകയും ഉറപ്പായി വിശ്വസിക്കുകയും ചെയ്ത കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചത് എന്നോർത്ത് അവയിൽ തന്നെ തുടരുക. നോക്ക്, നമ്മുടെ മക്കൾ വിശ്വാസത്തിൽ തുടരണമെങ്കിൽ മാതാപിതാക്കൾക്ക് ക്രിസ്തീയ മാതൃകയില്ലെങ്കിൽ യു ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. പിന്നെ ആരെങ്കിലും ഒരു സാധു സുന്ദർ സിംഗോ ഒരു തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയോ അല്ലെങ്കിൽ ഒരു ആശാരി ഉപദേശിയോ ഒക്കെ ഉയർത്തെഴുന്നേറ്റ് വന്നെന്നിരിക്കും, മേ ബി. ബട്ട് ദൈവം വെച്ചേക്കുന്ന പാറ്റേൺ ഇതാ. ഇവിടെ പൗലോസ് പറയാണ്, നീ ആരിൽ നിന്നാണ് പഠിച്ചത്? നമ്മുടെ മക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന വിശ്വാസം എന്ത്? തിമോത്തി എങ്ങനെ ഒരു തിമോത്തിയായി? നമ്മൾ എന്നും ചിന്തിക്കുന്ന തിമോത്തി എങ്ങനെ ഒരു തിമോത്തിയായി? അതെ, ഈ അമ്മയും വല്യമ്മയും എന്നൊക്കെ നമ്മൾ പറയാൻ വളരെ ഈസിയാ. നമ്മൾ നമ്മുടെ മക്കൾക്ക് വിശ്വാസം കൊടുക്കുന്നുണ്ട്. അമ്മമാരും വല്യമ്മമാരും. ഇപ്പൊ വല്യമ്മമാരും ഇല്ല. അമ്മമാരെങ്ങനെയാ? അപ്പന്മാരും അതിനകത്ത് ഈ ഓൾഡ് ടെസ്റ്റാമെന്റിന്റെ ഒരു എന്താ പറയുന്നത്, ഒരു രുചിയുണ്ട് ഈ ഇനീഷ്യൽ റൈറ്റിങ്സിനെല്ലാം. നമ്മൾ രാജാക്കന്മാരെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ ഇന്ന ആളായിരുന്നു അമ്മ എന്നാ ഇല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ രാജാക്കന്മാർക്ക് 5, 6, 8, 10 ഭാര്യമാരുണ്ട്. ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അമ്മയുടെ പേരാ പറയുന്നത്. അതുകൊണ്ട് പറയുന്നത് അറ്റ് ദി സെയിം ടൈം നമ്മുടെ മക്കൾക്ക് ആസ് ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് എങ്ങനെ മക്കൾക്ക് നമ്മൾ വിശ്വാസം കൊടുക്കുന്നുണ്ട്? അതെയോ മക്കളുടെ ഭൗതിക നന്മയിലാണോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്? എങ്കിൽ നമ്മുടെ ഈ ലോകത്തിലെ ക്രിസ്ത്യ ജീവിതം അമ്പേ പരാജയമാണ്, മിസറബിൾ ട്രാജഡിയാണ്. നോക്ക്, വിശ്വാസം നോക്ക്. ഇപ്പൊ സിംഹത്തിന്റെ കുഞ്ഞിന് ഇഡ്ഡലി സാമ്പാറും കൊടുത്താൽ തിന്നു? അല്ലെങ്കിൽ ഒരു കെട്ട് പുല്ലിട്ട് കൊടുത്താലും അത് അവിടെ പട്ടിണി കിടന്ന് മരിക്കുകയുള്ളൂ. തിന്നു പുല്ല് മെലിഞ്ഞാലും പുല്ല് തിന്നില്ല എന്ന് പറയുന്ന പോലെ, എന്ന് പറഞ്ഞേക്കുന്ന പോലെ ഈ സിംഹത്തിന്റെ കുഞ്ഞ് ഈ ഇര പിടിക്കാനും മാംസം തിന്നാനും അതിന്റെ അപ്പനും അമ്മയും പഠിപ്പിക്കുന്നതാണ്. സെയിം വേ ക്രിസ്ത്യ വിശ്വാസം അത് പിതാക്കന്മാരിൽ നിന്ന് മാതാക്കന്മാരിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സ്റ്റേജിൽ ഈ വിശ്വാസി വരാൻ പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പേരന്റൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മക്കൾക്ക് ദൈവത്തെ കുറിച്ചുള്ള നോളജ് കൊടുക്കുക. അപ്പൊ ഇവിടെ തിമോത്തിയോസ് പറഞ്ഞു, തിമോത്തിയൊക്കെ അമ്മയിൽ നിന്ന് കിട്ടി, വല്യമ്മയിൽ നിന്ന് കിട്ടി. ഇവിടെ പൗലോസ് പറയുന്ന കേട്ടോ, നീ ആരിൽ നിന്നാണ് ഇത് പഠിച്ചത് എന്നോർത്ത്. അപ്പൊ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന, ഈവൻ നമ്മൾ ഒരു വചനം പഠിപ്പിക്കുന്ന ആളായിക്കൊള്ളട്ടെ, ഒരാളോട് സുവിശേഷം പറയുന്ന ആളായിക്കോട്ടെ, നമ്മളിതെല്ലാം ചെയ്യുന്നവരാ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. അതായത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീ ആരിൽ നിന്നാണ് ഇത് കേട്ടത് എന്നോർത്ത് എന്റെ വിശ്വാസം അനുകരിക്കാൻ പറയാൻ പറ്റുന്നില്ലെങ്കിൽ ബെറ്റർ കീപ് ക്വയറ്റ്. പറയാതിരിക്കുന്നത് നല്ലത്. കാരണം നമ്മുടെ ജീവിതത്തില് നമുക്ക് ഒരിക്കലും വാട്ടർ ടാങ്കിന്റെ മുകളിൽ ടാപ്പ് പിടിപ്പിച്ചാൽ വെള്ളം കിട്ടില്ല. നോ, കീഴോട്ട് അത് ഫ്ലോ ചെയ്യത്തുള്ളൂ.
അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്ത കാര്യം പറയരുത്. നമ്മുടെ മക്കളോട് ഏറ്റവും പ്രൈമറി റെസ്പോൺസിബിലിറ്റി മക്കളോടാണ്. നമ്മൾ വായിക്കുന്നുണ്ട് തിമോത്തിയോസിനോട് കൊറിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളാണ് കരുതേണ്ടത്, മക്കളല്ല മാതാപിതാക്കൾക്ക് വേണ്ടി കരുതേണ്ടത്. എന്താ കരുതേണ്ടത്? നമ്മൾ വിചാരിക്കുന്ന വീട് വെച്ച് കൊടുക്കുന്ന ആരും, ഇൻഷുറൻസ് ഉണ്ടാക്കി കൊടുക്കുന്ന ആരും, കാർ മേടിച്ചു കൊടുക്കുന്ന ആരും. ഏറ്റവും വലിയ കരുതൽ മക്കൾക്ക് വേണ്ടി കൊടുക്കേണ്ടത് വിശ്വാസം. കാരണം അത് കൊടുത്താൽ മക്കൾ ജീവിച്ചോളും. അല്ലെങ്കിൽ മറ്റൊരു സമ്പാദിച്ചു കൊടുക്കുന്നവർക്ക് ഇൻഫ്ലേഷൻ വന്നാൽ പോവും, വില ഇടിഞ്ഞാൽ പോവും, ദാരിദ്ര്യം വന്നാൽ പോവും, എല്ലാം പോകും. അറ്റ് ദി സെയിം ടൈം മക്കൾക്ക് ജീവിക്കാനായിട്ട് കൊടുക്കേണ്ടത് വിശ്വാസം. കർത്താവ് കൊടുത്താൽ നോക്കും. അബ്രാഹാം ഇസഹാക്കിന് വിശ്വാസം കൊടുത്തു. അബ്രാഹാം മരിച്ചുപോയി, നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നീട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ എന്തായാലും, മക്കളുടെ ഫ്യൂച്ചർ നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അറ്റ് ദി സെയിം ടൈം ഇസഹാക്കിന് കഷ്ടം ഉണ്ടായപ്പോ ദൈവം പറഞ്ഞു, എന്ത് പറഞ്ഞു? അതെ. അപ്പൊ നമ്മൾ എങ്ങനെയാ ആസ് പേരൻസ് നമ്മൾ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചിട്ടുണ്ടോ? സമ്പാദിക്കുന്നവരാണ്. ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ്. അബ്രാഹാം മകന് വേണ്ടി സമ്പാദിച്ചു. അതുകൊണ്ട് അബ്രാഹത്തിന്റെ മകന് കഷ്ടത്തില് ദൈവം കാത്തു സൂക്ഷിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മളിവിടെ ചിന്തിച്ചത് ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ദൈവത്തിന് പ്രീതികരമായിട്ട് നമുക്ക് പാട്ട് പാടുന്ന പാട്ടിന്റെ സൗന്ദര്യം ഇതിനകത്തൊന്നും ദൈവത്തിന് ഒരു വാല്യൂം കൊടുത്തിട്ടില്ല. അപ്പൊ ഒന്ന് അചഞ്ചലത, ക്രിസ്ത്യൻ ജീവിതത്തിലെ അചഞ്ചലത. അല്ല, എന്ത് സംഭവം ഉണ്ടായാലും ക്രിസ്ത്യൻ ക്വാളിറ്റിക്ക് അബ്സല്യൂട്ട്ലി നോ ഡിഫറൻസ്. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ ഒരു കാര്യം പറഞ്ഞു, അപ്പോഴത്തേക്കും നമ്മൾ ആ ആളോട് പിണക്കായി, അല്ലെങ്കിൽ പിന്നെ മൂഡ് ഓഫ് ആയി, സന്തോഷം ഇല്ലാതായി. ഇതൊന്നും കർത്താവിന് പ്രീതികരമായിട്ടൊന്നും കർത്താവിന് പ്രസാദിപ്പിക്കാൻ പറ്റില്ല, കർത്താവിന് സ്തുതിക്കാൻ പറ്റത്തില്ല, ഒന്നുമില്ല. ഇറസ്പെക്റ്റീവ് ഓഫ് സിറ്റുവേഷൻസ് കർത്താവിന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ഒരു മാറ്റമില്ലാത്ത ഹൃദയം, സന്തോഷമുള്ള ഹൃദയം. അതായത് നമ്മൾ വായിക്കുന്നത് എന്താണ്? സദാ അവനിൽ സന്തോഷിക്കുന്ന. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, അവനിൽ സന്തോഷിക്കുവിൻ. നമുക്ക് ഈ ജോൺ ചാപ്റ്റർ 13, 14, 15 എടുക്കണ്ട, 14, 15, 16 എല്ലാം കർത്താവിന്റെ ക്രൂസിഫിക്കേഷന്റെ തലേ ദിവസത്തെ കർത്താവ് അവരോട് പറഞ്ഞ കാര്യങ്ങൾ. അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് കർത്താവ് പറയും, ഞാൻ ഇതൊക്കെ പറയുന്നത് എൻ്റെ സന്തോഷം നിങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ക്രിസ്തീയ സന്തോഷം എന്ന് പറയുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതോ മറിയുന്നതോ ഒന്നുമല്ല. അത് അതിന്റെ ദാതാവ് അചഞ്ചലനായിരിക്കുന്നത് പോലെ തന്നെ കർത്താവിൽ നിന്ന് സന്തോഷം പ്രാപിച്ചാൽ ആ സന്തോഷത്തിന് മാറ്റം വരത്തില്ല. ആൾക്കാരുടെ ഇങ്ങോട്ടുള്ള പെരുമാറ്റം നോക്കാതെ അങ്ങോട്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റും, അചഞ്ചലരായിട്ട് നിൽക്കാൻ പറ്റും. അങ്ങനെയുള്ള അചഞ്ചലതയുള്ള ഹൃദയത്തിൽ നിന്ന് ഉള്ള സ്തുതിയാണ് കപടസ്തുതി അല്ലാത്ത സ്തുതി. ദെൻ ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ വില്ലിങ് അല്ലാത്തവരുടെ പ്രാർത്ഥന പോലും ദൈവത്തിന്റെ സന്നിധിയിൽ വിളച്ചറിയാം. സാം 66:18 വായിക്കുമ്പോൾ 66:8 ഇംഗ്ലീഷ് ഒന്ന് വായിക്കും, ജിസ്മാൻ വായിക്കും. സാം 66:18. If I had cherished sin in my heart, the Lord would not have listened. അതെ, എന്റെ ഹൃദയത്തിൽ ഞാൻ അപരാധം വച്ചു പുലർത്തിയിരുന്നെങ്കിൽ കർത്താവ് എന്നെ ചെവിക്കൊള്ളുമായിരുന്നില്ല. ഈ കർത്താവ് ചെവിക്കൊള്ളണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി. ഈസിയാണ്, അറ്റ് ദി സെയിം ടൈം ഇത് ഡിഫിക്കൽട്ടാണ്. അതാ, നല്ലൊരു ഹൃദയമുള്ളവർക്ക് ക്രിസ്ത്യൻ ലൈഫ് വളരെ ഈസിയാണ്. ഒരു കാപട്യവും ഇല്ല, ഒരു കള്ളത്തരവും ഇല്ല, ഒരു അസൂയയില്ല. എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ദൈവം നമ്മൾ ഫലമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം അല്ല എന്നുള്ളൊരു ഹൃദയാവസ്ഥ, ഇത്രയൊക്കെ ഉള്ളൊരു മനുഷ്യനെ സംബന്ധിച്ച് ക്രിസ്ത്യാനിറ്റി ഈസ് വെരി ഈസി, സിമ്പിൾ. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത് അവന്റെ കൽപ്പനകൾ ഇറ്റ്സ് നോട്ട് ബർഡൻസം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ മനുഷ്യർ പലപ്പോഴും ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത്. കാരണം ഈ വയലേഷൻസ് കൊണ്ടാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വന്തം എന്ന് കരുതും, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞാൽ പിണക്കാവും ആരെങ്കിലും. കാരണം ഇതിനകത്തുള്ള മനുഷ്യൻ മരിച്ചിട്ടില്ല. ഇതിങ്ങനെ ഈ മൂർഖം പാമ്പ് പത്തി പിടിച്ചിരിക്കുന്ന പോലെ അകത്തിങ്ങനെ പതുങ്ങിയിരിക്കും. എയർലെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയിൽ എപ്പോഴും തല നീട്ടിക്കൊണ്ടിരിക്കും. മരിക്കുക കർത്താവിനോടുകൂടി, ലെറ്റ് us die with the Lord. അപ്പൊ ദൈവം നമ്മൾ ഈ പ്രസാദമുള്ളവരുമായി തീരും, കർത്താവിന്റെ സ്വഭാവം നമുക്ക് തരികയും ചെയ്യും. അപ്പം കപടസ്തുതി നമ്മൾ ചിന്തിച്ചു. അപ്പൊ യഥാർത്ഥ സ്തുതിയിലേക്ക് വരുമ്പോൾ അതിന്റെ പവറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ സാം 8:2 അത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ സാം 8:2 ഒന്ന് വായിക്കും.
Out of the mouth of babes and nursing infants, you have ordained strength because of your enemies, that you may silence the enemy and the avenger. അതെ, അപ്പൊ ഇതില് ഇവിടെ എഴുതിയേക്കുന്നത് 8:2 നമ്മൾ വായിച്ചു, ബിക്കോസ് ഓഫ് ദി എനിമി, ഔട്ട് ഓഫ് ദി മൗത്ത് ഓഫ് ബേബ്സ് ആൻഡ് നഴ്സിംഗ് ഇൻഫൻസ് യു ഹാവ് ഓർഡൈൻഡ് സ്ട്രെങ്ത് because of your enemies, that you may silence the enemy and the avenger. അപ്പൊ ഇവിടെ യു ഹാവ് ഓർഡൈൻഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? പ്രൈസ് ആണ്. അത് ന്യൂ ടെസ്റ്റമെന്റിൽ എഴുതിയിരിക്കുന്നത് പ്രൈസ് എന്നാ. ന്യൂ ടെസ്റ്റമെന്റിൽ എവിടെ എഴുതിയിരിക്കുന്നത്? നമുക്ക് ഈ ബൈബിളാണ് നമ്മുടെ സിലബസ്. ഇത് പഠിച്ചേ പറ്റൂ. മാത്യു 21 അതെ, ഈ ബൈബിൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യപ്പെടാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവനവന് ഇഷ്ടമുള്ള ഏതെങ്കിലും സ്ഥലം എടുത്ത് ബൈബിൾ പ്രസംഗിക്കുന്ന ഒരു നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബൈബിളിനെ സ്നേഹിച്ചേ പറ്റൂ. സത്യത്തെ സ്നേഹിക്കാത്തത് കൊണ്ട് ദൈവം കൈവിട്ടെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ബൈബിള് വിശ്വസിച്ചാൽ പോലെ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനത്തെ, ബൈബിൾ പുസ്തകത്തെ അല്ല, ദൈവത്തിന്റെ വചനത്തെ നമ്മൾ സ്നേഹിച്ചേ പറ്റൂ. 21 വേഴ്സ് ഒന്ന് വായിക്കോ, ഒന്ന് വായിച്ചു. അവർ അവരോട് ചോദിച്ചു, ഇവർ വിളിച്ചു പറയുന്നത് എന്തെന്ന് നീ കേൾക്കുന്നുണ്ടോ? യേശു പറഞ്ഞു, ശിശുക്കളുടെയും ഓരോടിക്കുന്നവരുടെയും അവസരങ്ങളിൽ നിനക്കിണങ്ങുന്ന സ്തുതി ഞാൻ ഒരുക്കി നിങ്ങൾ വായിച്ചിട്ടില്ല. അതെ, അപ്പൊ അവിടെ അപ്പൊ സ്തുതിയുടെ വേറൊരു പര്യായപദ എന്താ? സ്ട്രെങ്ത് അഗൈൻസ്റ്റ് ദി എനിമീസ്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അത് ഓൾഡ് ടെസ്റ്റമെന്റില് ലിറ്ററൽ എനിമീസിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു എനിമി ഉള്ളൂ, അല്ലെ? പിശാച എനിമി. പിശാചിനെതിരെയുള്ള പോരാട്ടത്തില്, അതുകൊണ്ടാണ് നമ്മൾ കുടുംബത്തില് കർത്താവിനെ എന്ത് ചെയ്യണം? പ്രൈസ് ചെയ്യണം, കർത്താവിനെ സ്തുതിക്കണം. സ്തുതി ഗീതങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് നമ്മൾ ആലപിക്കേണ്ടത്. ഇറ്റ് ഈസ് എ പവർഫുൾ വെപ്പൺ എഗൻസ്റ്റ് ദി എനിമീസ്. നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബത്തിന്റെ ഒരു പ്രൊട്ടക്ഷനാണ്. അവിടെ എഴുതിയിരിക്കുന്നത് യു ഹാവ് ഓർഡൈൻഡ് സ്ട്രെങ്ത് because of your enemies and you may silence the enemy and the avenger. അപ്പോൾ ഈ എനിമി സൈലന്റ് ആകുന്ന ഒരു ആക്ടിവിറ്റി, ആ ദൈവത്തെ യഥാർത്ഥമായിട്ടുള്ള ഹൃദയത്തിൽ നിന്ന് സ്തുതിച്ചാല്, കപട സ്തുതി അല്ലാത്ത യഥാർത്ഥ സ്തുതി സ്തുതിച്ചാല് ശത്രു. അതുകൊണ്ട് നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ നിന്ന് കർത്താവിന്റെ സ്തുതി ഉയരണം. സ്തുതി എന്ന് പറഞ്ഞാൽ പാടുന്ന കർത്താവിന്. നമ്മൾ കർത്താവിനെ പാടി സ്തുതിച്ച് ഹൃദയം റൈറ്റാണെങ്കിൽ അത് പിശാചിനെതിരെയുള്ള വലിയൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പണായത്. അവിടെ എഴുതിയേക്കുന്നത് യു ഹാവ് ഓർഡൈൻഡ് സ്ട്രെങ്ത്. അവിടെ ശിശുക്കള് കർത്താവിനെ സ്തുതിച്ചു. അപ്പൊ പരീശന്മാര് പറഞ്ഞു മിണ്ടായിരിക്കാൻ പറഞ്ഞു. കാരണം കർത്താവിനെ ഈ സ്തുതിക്കുന്നത് അല്ലെങ്കിൽ കർത്താവിനെ പാടി പുകഴ്ത്തുന്നത് അല്ലെങ്കിൽ ആ പരീശ ഹൃദയമുള്ളവർക്ക് ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ടാണ് പാടി സ്തുതിപ്പെന്ന് പറഞ്ഞാൽ അതിനെ അബറേറ്റഡ് ആയിട്ട് മീനിങ്ലെസ് ആക്കി കളഞ്ഞു. കാരണം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തെ പാടി സ്തുതിച്ചാല്, റൈറ്റ് ഹാർട്ടിൽ നിന്ന് ദൈവത്തെ പാടി സ്തുതിച്ചാല്, ഇറ്റ്സ് എ പവർഫുൾ വെപ്പൺ. ഇറ്റ് ഈസ് എ പ്രൊട്ടക്ഷൻ ഫോർ അവർ ചർച്ച് ആൻഡ് അവർ ഹൗസ്. നമ്മുടെ പിള്ളേർക്ക്, നമ്മുടെ കുടുംബത്തിനൊക്കെ എതിരെയുള്ള വലിയൊരു പ്രൊട്ടക്ഷൻ ആകാം. നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് കർത്താവിന്റെ സ്തുതിപ്പുകൾ ഉയരണം. 149 സങ്കീർത്തനം എടുക്കുമ്പോൾ ഇതേ കാര്യം തന്നെ. നൂറ്റി 149:6 വായിക്കുമ്പോൾ, ഇപ്പം ഇംഗ്ലീഷ് വായിക്കാം, എബി എന്ന് വായിക്കും. ഏതാണ് വായിച്ചത്? അവരുടെ കണ്ടങ്ങളിൽ ദൈവത്തിനുള്ള മഹാസ്തുതിപ്പുകളും അവരുടെ കൈകളിൽ ഇരുതലവാളുകളും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ അവർ ജനതകളോട് പകരം വീട്ടുകയും ജനപദങ്ങൾക്ക് ശിക്ഷ നൽകുകയും ചെയ്യട്ടെ. അതെ, അതൊന്ന് ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. 149:6. ലിയോ ഒന്ന് വായിച്ചത്. Let the saints be joyful in glory. Let them sing aloud on their beds. Let the high praises of God be in their mouth and a two-edged sword in their hand. To execute vengeance on the nations and the punishments on the peoples. അതെ, to execute vengeance on the Gentiles. അല്ലെങ്കിൽ യഹൂദരുമായിട്ടുള്ള ബന്ധത്തില് അവരുടെ ശത്രുക്കൾ ജെന്റൈൽസ് ആയിരുന്നു. പണിഷ്മെന്റ് അപ്പോൺ ദി നേഷൻസ്. അതിനുവേണ്ടി എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? എന്താ? അതായത് ലെറ്റ് ദി പ്രൈസസ് ഓഫ് ഗോഡ് ബി ഇൻ ദെയർ മൗത്ത് ആൻഡ് എ two-edged sword in their hand to execute vengeance. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കണ്ഠങ്ങളിൽ
ദൈവത്തിനുള്ള സ്തുതിപ്പുകളും നമ്മുടെ കൈകളിൽ ദൈവത്തിന്റെ 2-edged sword, അത് രണ്ടും കണ്ഠങ്ങളിലാണ് ആ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ കൈകളിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനവും എന്തുണ്ടായിരിക്കണം? ദൈവത്തെ സ്തുതിക്കണം. സ്തുതി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചു, സ്തുതി എന്ന് പറയുന്നത് സ്തുതിയോടുകൂടെ പാരലായിട്ട് പോകുന്ന മറ്റേ കാര്യം എന്താ? സ്തുതി എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. താങ്ക്സ് ഗീവിങ്. നമ്മൾ ചിന്തിച്ച 1-2 എടുത്ത് ഇനി എടുക്കേണ്ട ആവശ്യമില്ല. താങ്ക്സ് ഗീവിങ്. അപ്പൊ നമ്മുടെ ജീവിതത്തില് യഥാർത്ഥ പ്രൈസ് എന്ന് പറയുന്നത് നന്ദിയുള്ള ഹൃദയമാണ്. പലപ്പോഴും നമ്മൾ എങ്ങനെയാ നമ്മുടെ ഇല്ലായ്മയെ കുറിച്ച്, നമുക്ക് ലഭിക്കാത്തതിനെ കുറിച്ച് ഗ്രഡ്ജുള്ള ഒരു ഹൃദയ പൊതുവെ മനുഷ്യൻ. അറ്റ് ദി സെയിം ടൈം കിട്ടിയതിനെ കുറിച്ച് നത്തിങ്, അതിനെക്കുറിച്ചൊന്നുമില്ല. ഇനിയും കിട്ടാനുള്ളതിനെ കുറിച്ച് മാത്രമേ നമ്മുടെ, അത് ഡെമോണിക് മൈൻഡ്. അത് ഡെമോണിക് മൈൻഡ്. ഈ പ്രോവർബ്സിലൊരു വാർഡുണ്ട്, സ്ഥലം ഓർക്കുന്നില്ല. 2-3 ജീവികള് ഒരിക്കലും മതി എന്ന് പറയത്തില്ല, ഇല്ലേ? ആണോ? ഒന്ന് വായിച്ചു. പിന്നെ ഒരു കൂട്ടരുണ്ട്, ഭൂമിയിൽ നിന്ന് ദരിദ്രനെ മനുഷ്യനും പാവപ്പെട്ടവനെ വിഴുങ്ങുന്നതിന് അവരുടെ മുൻപല്ലുകൾ വാളുകളും അണപ്പല്ലുകളും. അല്ല, മതി മതി എന്ന് ഒരിക്കലും പറയും. എല്ലാരും മതി വരാത്ത 3 കാര്യമുണ്ട്. 4 മതി എന്ന് ഒരിക്കലും പറയില്ല. അതിന്റെ സ്ഥലം കൂടെ പറ. സ്ഥലം ഒന്ന് വായിച്ച. പാതാളവും വന്ധ്യയുടെ ഗർഭപാത്രവും ജലത്തിനു വേണ്ടി എപ്പോഴും നാവിക്കൊണ്ടിരിക്കുന്ന ഭൂമിയും മതി എന്ന് ഒരിക്കലും പറയാത്ത അഗ്നിയും. പിതാവിനെ അല്ല, അതില് അതി പറഞ്ഞേക്കുന്നേ അത് കർത്താവിന് ഇഷ്ടമില്ലാത്തതിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അത് 14 തുടങ്ങി. പിന്നെ ഒരു കൂട്ടുണ്ട്, ഭൂമിയിൽ നിന്ന് ദരിദ്രനെ മനുഷ്യരിൽ നിന്ന് പാവപ്പെട്ടവനെ വിഴുങ്ങുന്നതിന് അവരുടെ മുൻപല്ലുകൾ വാളുകളും അണപ്പല്ലുകൾ കത്തികളുമാണ്. കണ്ണട്ടയ്ക്ക് 2 പുത്രിമാരുണ്ട്. തരു തരു എന്നിവർ മുറവിളി കൂട്ടുന്ന. നല്ലൊരു ആട്രിബ്യൂട്ടായിട്ട് പറഞ്ഞേക്കുന്നല്ല ആണോ? അത് കിട്ടുന്ന കാര്യം മാത്രമേ ഉള്ളൂ. തരു തരു, കൊടുക്കുന്നില്ല. നോ, തരു 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 എന്നിവർ മുറവിളി കൂട്ടുന്നു. മതി വരാത്ത 3 കാര്യമുണ്ട്. 4 മതി എന്ന് ഒരിക്കലും പറയുന്നില്ല. പാതാളവും വന്ധ്യയുടെ ഗർഭപാത്രവും ജലത്തിന് വേണ്ടി എപ്പോഴും ദാഹിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയും മതി എന്ന് ഒരിക്കലും പറയാത്ത അഗ്നിയും. അപ്പൊ ഇതിനകത്ത് നമ്മൾ തിമോത്തിയോസിൽ വായിക്കുന്നുണ്ട്, ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ്മെന്റ് ഈസ് ഓഫ് ഗ്രേറ്റ് ഗെയിൻ. എങ്ങനെയാ നമ്മുടെ ജീവിതത്തിൽ? എങ്ങനെയാ? അബ്സല്യൂട്ട്ലി കണ്ടന്റഡ് ആണ്. ആണോ? അബ്സല്യൂട്ട്ലി കണ്ടന്റഡ് ആണ്. അല്ല, നമുക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഗോഡ്ലിനെസ് ഈസ് ഓഫ് നോ യൂസ്. അങ്ങനെ എഴുതിയേക്കുന്നത് 1 തിമോത്തി 6:5 തുടങ്ങി വായിക്കുമ്പോ ഇംഗ്ലീഷ് വായിക്കും, ഇംഗ്ലീഷിലുള്ളു. അത് ഓർക്കെ വായിക്കണം, കാരണം മലയാളത്തിൽ ഒന്നും അത് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടില്ല. അത് ഒന്ന് വായിക്കും, ഇംഗ്ലീഷ് അല്ലേ വായിക്കും. 1 തിമോത്തി 6. Jesus wrangling of men of sharp minds and destitute of the truth, who suppose that godliness is a means of gain. For such withdraw yourselves. അതെ, ആ വേർഡ് ഒരു മലയാളത്തിലും ഇല്ല. സംതൃപ്തിയോടുകൂടി ദൈവഭക്തിക്ക് വലിയ പ്രതിഫലം ഉണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ബട്ട് ഈ എഴുതിയേക്കുന്ന വേർഡ് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. ഇതിൽ എഴുതിയേക്കുന്ന ഞാൻ വായിക്കാം. 6. Now godliness with the contentment is great gain, for we brought nothing into, അല്ല 5 തുടങ്ങി വായിക്കുന്നത്, useless wrangling of men of corrupt minds and destitute of truth, who suppose that godliness is a means of gain. From such withdraw yourself. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ലോകത്തിൽ മുഴുവൻ ഈ സുവിശേഷത്തെ വെച്ച് പൈസ ഉണ്ടാക്കുന്നവന്മാരാ. അതായത് ഈ അടുത്ത ദിവസം പ്രോസ്പെക്റ്റി ഒന്നുമല്ല, പ്രോസ്പെക്റ്റി ഉള്ളവനും പ്രോസ്പെക്റ്റി ഇല്ലാത്തവനും. അടുത്ത ദിവസം ഒരാൾ പറയുന്നത്, ഒരാൾ സാക്ഷ്യം പറഞ്ഞു, അതായത് 30,000 രൂപ ശമ്പളമുള്ള ജോലി കർത്താവിന് വേണ്ടി രാജിവെച്ച് ത്യാഗോജലമായിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയേക്കാം. ഇപ്പൊ മാസം എത്ര വരുമാനം ഉണ്ടെന്ന് പറയുന്നില്ല. ഇപ്പോ 60,000 കൂടുതലുണ്ട്. ദാറ്റ് ഈസ് ദി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. അപ്പൊ പലരും ത്യാഗോജലമായിട്ടുള്ള സാക്ഷ്യം പറയും. അതായത് ഈ ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് പണ്ട് മുച്ചീട്ടുകളി എന്ന് പറഞ്ഞൊരു മുച്ചീട്ടുകളി ഉണ്ടായിരുന്നു. അത്
പണ്ടുള്ളവർക്ക് അറിയാവുള്ളൂ, ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയില്ലായിരിക്കും. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, അങ്ങനെയാണ്. അപ്പോ സാക്ഷ്യം പറയാൻ എനിക്ക് 20,000 രൂപയുടെ ജോലി ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ വിട്ടുപേക്ഷിച്ചു. ഇപ്പൊ 20,000 ഇപ്പൊ 50,000 ഉണ്ടാക്കുന്നുണ്ട് മാസം തോറും. എങ്ങനെയെങ്കിലും ഒക്കെ ചൂതാട്ടം നടത്തിയോ അല്ലെങ്കിൽ അത് പറഞ്ഞു ഇത് പറഞ്ഞു ആൾക്കാരെ തട്ടിച്ചു വഞ്ചിച്ചോ, ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. അതുകൊണ്ടാണ് നമുക്ക് ഇത് ഏർലി സെഞ്ചുറിയിലുണ്ട്, അന്നേ ഉള്ളതുകൊണ്ട് അത് നമുക്ക് എഴുതി കിട്ടിയേക്കുന്നത്. അവിടെ എഴുതിയേക്കുന്നത് എന്താ? അതായത് ഗോഡ്ലിനെസ് ഈസ് എ മീൻസ് ഓഫ് ഗെയിൻ, ഫ്രം സച്ച് വിഡ്രോ യുവർ സെൽഫ്. ഇന്ന് അങ്ങനെയാണോ? അതായത് ദൈവവേലയ്ക്ക് ഇറങ്ങിയപ്പോ ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഇന്ന് പണക്കാരായിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അതിന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് അങ്ങോട്ട് ഓടിക്കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങോട്ട് ഓടിക്കൂടും. ദാറ്റ് ഈസ് വേ ദേ ആർ അട്രാക്ടിങ് പീപ്പിൾ. അപ്പൊ എന്താ സാക്ഷ്യം പറയുന്നത്? ഈ കഴിഞ്ഞ ദിവസം ജോലി പറഞ്ഞ സാക്ഷ്യം, ഇവിടെ ഒരാള് വന്ന് പ്രസംഗിച്ചു, ഞാൻ ഒന്നും ഇല്ലാത്തവനായിട്ട് ഇറങ്ങി, ഇപ്പൊ എനിക്ക് 10 കോടി ആസ്തിയുണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ കർത്താവിലേക്ക് വരുന്നവരുണ്ട്. അങ്ങനെ കർത്താവിലേക്ക് അട്രാക്ട് ചെയ്യാന്ന് വിചാരിക്കുന്നവരുണ്ട്. അവർ വേറെ കർത്താവിനെ മനസ്സിലാക്കിയേക്കുന്നതെന്നുള്ളൂ. കർത്താവ് പറഞ്ഞു, കർത്താവിന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും. കർത്താവിനോട് എന്താ പറഞ്ഞു? നരികൾക്ക് മാളങ്ങളുണ്ട്, പാമ്പിന് അല്ല പക്ഷിക്ക് ഇത് കൂടുള്ളൂ, പക്ഷെ മനുഷ്യർക്ക് തലയായി. ദാറ്റ് മീൻസ് കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് തലയായിക്കാൻ ഇടയില്ലെന്നല്ല, എന്തെങ്കിലും മെറ്റീരിയൽ ബെനിഫിറ്റ് മോഹിച്ചാണ് ഈ മോനെ വരണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ട് അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ പറയുന്നിടത്ത് പോകുന്ന ആൾക്കാരെല്ലാം ദേ ആർ ഓൾ ഡിസ്റ്റൈൻ ഫോർ ഹെല്ലാണ്. ഹെൽ ആൾക്കാർ വിചാരിച്ചു വെച്ചേക്കുന്നത് എങ്ങനെയൊക്കെ രക്ഷിക്കപ്പെട്ടതൊക്കെ ഇങ്ങനെ പറയുന്നത്. ഒരു അച്ഛൻ എന്നോട് പറഞ്ഞാൽ അപ്പൊ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോകുന്ന രക്ഷിക്കപ്പെട്ടതൊക്കെ, അതുകൊണ്ട് പിന്നെ എങ്ങനെയെങ്കിലും പോട്ടെ. പക്ഷെ ഇത് രക്ഷിക്കപ്പെട്ടിട്ടില്ല, നരകത്തേക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കപ്പെടുന്നവരാണെന്ന് അറിയുന്നില്ല ആൾക്കാർ. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത് എന്താ? ഫ്രം സച്ച് എന്ത് ചെയ്യണം നമ്മളോട് പറഞ്ഞേക്കുന്നത്? വിഡ്രോ യുവർ. അപ്പൊ നമ്മുടെ ജീവിതത്തില് കർത്താവിലേക്ക് വന്നേക്കുന്നത് എന്തെങ്കിലും മെറ്റീരിയൽ ബെനിഫിറ്റ് മോഹിച്ചാണ് എന്ന് ആരെ കുറിച്ചെങ്കിലും മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യണം? കീപ്പ് അവേ. കാരണം ആത്മാവിന്റെ രക്ഷയുടെ കാര്യത്തില് നമ്മൾ വേറെ ആരെയും കൂടെ കൊണ്ടുപോകാന്ന് വിചാരിച്ചാൽ നടക്കില്ല. നമുക്ക് നമ്മുടെ മക്കളെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അല്ലെ നമ്മുടെ ഭാര്യനെ ചിലപ്പോൾ കൂടെ കൊണ്ടുപോകാൻ പറ്റിയെന്നിരിക്കത്തില്ല. ലോകത്തിന് ഭാര്യയെ കൊണ്ടുപോകാൻ പറ്റിയോ? ലോകത്തും ഭാര്യയും കൂടെ എത്ര നല്ല ദാമ്പത്യ ജീവിതം നയിച്ചാന്ന് പറയാം. മക്കളെയൊക്കെ വളർത്തി മക്കളുടെ കല്യാണമൊക്കെ ഉറപ്പിച്ച് ഒക്കെ ജീവിച്ചതാ. പക്ഷെ ഗുഡ് ബൈ പറഞ്ഞ് പിരിയേണ്ട വന്നു. കാരണം എന്തായിരുന്നു? ലോകത്ത് നീതിമാനായിരുന്നു, പക്ഷെ ഭാര്യയ്ക്ക് സ്നേഹം എന്തായിരുന്നു? വേൾഡ്ലി അച്ചീവ്മെന്റ്സ് ആയിരുന്നു. സ്ത്രീകൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത്. കാരണം ബൈബിളിലെ എക്സാമ്പിൾ ഇന്നല്ല, അപ്പൊ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ ഉദ്ദേശിച്ചിട്ട് ഞാൻ പറയുന്നതല്ല. ബൈബിളിലെ സ്ത്രീകള് കൂടുതൽ ലോകസ്നേഹികളാണ്. മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് കൂടുതലുണ്ട്. ലോകത്തിന്റെ വൈഫ്, ജോബിന്റെ വൈഫിന്റെ മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് ഒന്നും എഴുതിയിട്ടില്ല. ദെൻ ആദത്തിന്റെ വൈഫ്. പിന്നെ കർത്താവ് തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോ, ഈ ഏത് സ്ത്രീയാണ് തന്റെ നഷ്ടപ്പെട്ടാല് അത് അടിച്ചു വാരി കിട്ടിക്കഴിയുമ്പോ വല്ലാതെ, അത് ഈ അച്ചായന്മാർക്കാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ വലിയ സന്തോഷം. ഒരു കോയിൻ നഷ്ടപ്പെട്ട് കിട്ടിയാലും വലിയ സന്തോഷമൊന്നും കിട്ടത്തില്ല പൊതുവെ ആണുങ്ങൾക്ക്. അല്ല, പൊതുവെ അതിൽ ദൈവത്തിന്റെ ക്രിയേഷൻ അങ്ങനെയാണ്. അതുകൊണ്ട് അത് ആരുടെയും ഈവുള്ള നല്ലതോ അല്ല. അതുകൊണ്ട് സ്ത്രീകൾ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്ത് ചെയ്യണം? ദേ ആർ ടു ഫൈറ്റ് മോർ അഗൻസ്റ്റ് വേൾഡ്ലിനെസ്. കാരണം ഞാൻ കൂടുതൽ വേൾഡ്ലിനെസ് ഉള്ള ആളാണ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ നേച്ചർ വെച്ചിട്ടാണ് ആദ്യത്തെ കുടുംബം തകർന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ മാനസാന്തരം ഉള്ളവളാണെങ്കിലാണ് എൻ്റെ കുടുംബം ദൈവികമായിട്ട് അനുഗ്രഹിക്കപ്പെടുള്ളൂ എന്ന് മനസ്സിലാക്കി കൂടുതൽ ഗോഡ്ലി ആയിട്ട് ഭാര്യമാര് ജീവിച്ചാൽ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അല്ലെങ്കിൽ നോബഡി ക്യാൻ റെസ്ക്യൂ. കാരണം തിമോത്തി അനുഗ്രഹിക്കപ്പെട്ട തിമോത്തിയുടെ അമ്മയും വല്യമ്മയും മുഖാന്തരമാണ്. ദെൻ ലോകത്തിൽ തന്നെ മദർ ടങ് എന്നാ പറയുന്നത്, ഫാദർ ടങ് എന്നല്ല. ആണോ? അത് അമ്മയ്ക്കുള്ള ഇമ്പോർട്ടൻസാണ് കാണിക്കുന്നത്. ഈ മദർ ടങ് പോലെ അമ്മയുടെ വിശ്വാസം കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ കുഞ്ഞുങ്ങൾ നന്നായി വരും. അപ്പൊ അമ്മയുടെ മദർ ടങ് എന്തായിരിക്കും? വിശ്വാസമാണെങ്കിൽ അത് കൊടുക്കും. അമ്മയ്ക്ക് ലോകസ്നേഹ മദർ ടങ് എന്ത് പറയും? അത് കൊടുക്കും. അപ്പൊ പിള്ളേർ എങ്ങനെയായിട്ട് വരും? അപ്പൊ നോക്ക്, ലോത്തിന്റെ ഭാര്യ എങ്ങനെയായിരുന്നു നമുക്കറിയാം. 2 പെൺമക്കളും അങ്ങനെ തന്നെയായിരുന്നു. അവരെ സംബന്ധിച്ച് എന്തായിരുന്നു സ്വപ്നം? എന്തായിരുന്നു? ഇനി കല്യാണം ഒരു ജീവിതം, പിള്ളേര്, ഇതൊക്കെയായിരുന്നു. ഈ കല്യാണം ഇല്ലാത്തൊരു ജീവിതം. ഒരു ഇസ്ലാമിലുള്ള ഒരാളോട് ഇങ്ങനെ സുവിശേഷം പറഞ്ഞപ്പോ അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഈ ഇസ്ലാമിൽ സ്വർഗത്തെ കുറിച്ചൊക്കെ എഴുതിയേക്കുന്ന അവിടെ പെണ്ണ്, വീഞ്ഞ്, ഇതൊക്കെയാണോ സ്വർഗം എന്ന് ചോദിച്ചപ്പോ അതേ എന്നോട് പറയുന്നത്. അവിടെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, മലപ്പുറം ഭാഷയാ.
പെണ്ണെന്നല്ല പൊണ്ണെന്നാ പറഞ്ഞത്. പൊണ്ണില്ലാതെ എന്ത് സ്വർഗമാണ്? മീൻസ് ഇതായിരുന്നു ലോത്തിന്റെ പെൺമക്കളും. അവർക്ക് ഈ ലോകവും ഈ ലോകത്തിലെ ആഗ്രഹങ്ങളായിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെയാണെങ്കിൽ മക്കളും അങ്ങനെ വരത്തുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നോക്ക്, നമ്മുടെ അമ്മമാരൊക്കെ ഗോഡ്ലി ആയിട്ട് ജീവിച്ചേ പറ്റൂ. ലോകത്തെ സ്നേഹിക്കാതെ കർത്താവിനെ സ്നേഹിച്ച്, ഇത്തിരി എന്തെങ്കിലും കാണുന്ന അവിടെ ഇവിടെയും കാണുന്നതിനെയൊക്കെ സ്നേഹിക്കാതെ കർത്താവിനെ സ്നേഹിച്ച് മക്കളെ വളർത്തിക്കൊണ്ട് വന്ന തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, ജനറേഷൻസ് അനുഗ്രഹിക്കപ്പെടും. പരമാർത്ഥിയുടെ തലമുറ ദേശത്ത് കരുത്തരാകും. അല്ലാതെ ഒന്നും ദേശത്തൊരു നന്മ ഉണ്ടാകത്തില്ല. അപ്പൊ ശത്രുവിനെതിരെ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള വെപ്പണാണ് സ്തുതി. നമ്മുടെ ജീവിതത്തിൽ ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ്മെന്റ്. ഒരു കഷ്ടത്തിന്റെ മധ്യത്തിലും ഇത് എൻ്റെ ദൈവം എൻ്റെ നന്മയ്ക്കായിട്ട് എനിക്ക് അനുവദിച്ചതാണ് എന്നുള്ള ഹൃദയത്തോടുകൂടി സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റിയ ദൈവത്തിന്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് ഫസ്റ്റ് തെസ്സലോനിയൻസ് 5:18 വായിക്കുമ്പോൾ ഫസ്റ്റ് തെസ്സലോനിയൻസ് 5:18 വായിക്കാം. എല്ലാ സാഹചര്യങ്ങളിലും സ്തോത്രം അർപ്പിക്കുക. ഇതാണ് ക്രിസ്തുയേശുവിൽ ഇതാണ് ക്രിസ്തുയേശുവിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവഹിതം. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോ വായിക്കാം. In everything give thanks, for this is the will of the Lord of God in Christ Jesus for you. അതെ, എല്ലാ സാഹചര്യത്തിലും ദൈവത്തിന് you praise the Lord because God is supreme sovereign. ദൈവത്തിന്റെ അനുവാദം കൂടാതെ ഒരു തലമുടി നാര് ഭൂമിയിൽ നിബന്ധിക്കില്ല. നോ, ഇംപോസിബിൾ. ദൈവം കൽപ്പിച്ചാൽ ഭൂമി കറക്കം നിൽക്കും. ദൈവം കൽപ്പിച്ചാൽ ഭൂമി പുറകോട്ട് കറങ്ങും. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. എന്റെ സൃഷ്ടാവിന് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിറ്റിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, in whatever state or wherever we are, in whichever state we are now, this is the perfect will of God. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? praise the Lord. അതായത് എല്ലാ സാഹചര്യങ്ങളിലും സ്തോത്രം അർപ്പിക്കുക. ഇതാണ് ക്രിസ്തുയേശുവിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവഹിതം. അപ്പൊ നമ്മൾ നോക്ക്, അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മർമർ ചെയ്യുക, ഡിസപ്പോയിന്റഡ് ആകുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിക്കുക. നമുക്ക് ആദ്യം പറഞ്ഞില്ല, ഇവള് കാരണം ഈ പ്രശ്നം ഉണ്ടായേ. അവളെന്ത് പറഞ്ഞു? പാമ്പ് കാരണം പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ദൈവം ആദ്യത്തെ അവൻ വെറുതെ വിട്ടിട്ട് പാമ്പിനെ ശിക്ഷിക്കുകയല്ല ഇത്, ആണോ? എല്ലാരും വീട്ടിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ പോലെ തന്നെ ഭാര്യനെ അക്യൂസ് ചെയ്യുന്ന ഭർത്താവിനെ അക്യൂസ് ചെയ്യുന്ന ഭാര്യ, രണ്ടുപേരും ഔട്ടാ ദൈവത്തിന്റെ രാജ്യത്തിൽ നിന്ന്. ഗെറ്റ് ഔട്ട്. പുറത്താണ്, നമ്മൾ അറിയുന്നില്ലെന്നുള്ളൂ. നമ്മൾ താമസിക്കുന്ന വീട്ടിൽ തന്നെ താമസിക്കുന്നു, പക്ഷെ കർത്താവിന്റെ ഭവനത്തിൽ നിന്ന് പുറത്താണ്. യു ആർ നോട്ട് സപ്പോസ് ടു അക്യൂസ് ഈച്ച് അതർ. അക്യൂസർ എന്ന് ബൈബിൾ പറയുന്ന ആരെ കുറിച്ച്? പിശാചിനെ കുറിച്ച്. നമ്മൾ അക്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പിശാചിന്റെ കയ്യിലൊരു ഇൻസ്ട്രുമെന്റ് ആവുക. അല്ലെങ്കിൽ ആദ്യം ദൈവത്തിൽ നിന്ന് വീണപ്പോ ഫോളൻ കണ്ടീഷന്റെ ലക്ഷണമാണ്. ഓ, നീ ശരിയായിരുന്നെങ്കിൽ കുടുംബം ശരിയായതിന്. നോക്ക്, പലപ്പോഴും നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഭാര്യയെ നമ്മുടെ കൂടെ ആക്കിയേക്കുന്ന ആരാ? കർത്താവ്. എന്തിനു വേണ്ടിയാ? നമ്മൾ ശരി, അബ്സല്യൂട്ട്ലി. നമ്മൾ ജഡ്ജസ് വായിക്കുന്നുണ്ട്. ജഡ്ജസ് 3 നമ്മൾ വിചാരിക്കും നമ്മൾ ഓക്കെ, ഭാര്യ ശരിയല്ല. അല്ലെങ്കിൽ ഭാര്യ എന്ത് വിചാരിക്കും? ചാച്ചാൻ ശരിയല്ല, ഞാൻ ശരിയല്ല. നമ്മളെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കർത്താവ് പുകഴ്ത്തുന്നവനാണ് യഥാർത്ഥമായിട്ട് പ്രശംസ അർഹിക്കുന്നത്. ജഡ്ജസ് 3 1 തുടങ്ങി വായിക്കുമ്പോ കനാനിലെ യുദ്ധങ്ങളുടെ ഒന്നും അനുഭവങ്ങളില്ലാത്ത ഇസ്രായേലിനെ മുഴുവൻ പരീക്ഷിക്കുന്നതിനും യുദ്ധം അനുഭവിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരുടെ തലമുറകളെ യുദ്ധം അറിയിക്കുന്നതിനും അഭ്യസിപ്പിക്കുന്നതിനും കർത്താവ് അവശേഷിപ്പിച്ച ജനതകളാണിവ. കർത്താവ് കൂടെ ആക്കിയിരിക്കുന്നതാണ് ഈ ഭാര്യ. കർത്താവ് കൂടെ ആക്കിയിരിക്കുന്നതാണ് ഈ ഭർത്താവ്. എന്തിനു വേണ്ടിയാ? യുദ്ധം അഭ്യസിച്ചിട്ടില്ലാത്തവരെ യുദ്ധം പഠിപ്പിക്കാനും. പിന്നെ എന്തിനു വേണ്ടിയാ? നമുക്ക് ഈ വെറുതെ പറയുന്നല്ല, പല ആൾക്കാരും കല്യാണത്തിന് മുമ്പ് ഉണ്ടായിരുന്ന പല ചീത്ത സ്വഭാവങ്ങളും കല്യാണം കഴിയുമ്പോൾ മാറാറില്ലേ? വളരെ ഹ്യൂമിലിറ്റി ഉണ്ടാകാറുണ്ട്, താഴ്മ ഉണ്ടാകാറുണ്ട്, ഹംബിൾ ആകാറുണ്ട്. എല്ലാ നല്ല സ്വഭാവങ്ങളും അതിനുവേണ്ടി ദൈവം ഓരോരുത്തരാകുന്ന. അല്ലാതെ
ഇത് റോങ് സെലക്ഷനാന്ന് വിചാരിക്കേണ്ട. ലോർഡ് ഈസ് ദി പെർഫെക്റ്റ് മാച്ച് മേക്കർ. ആദം ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടിട്ട് തക്കതായിട്ടുള്ള തുണയെ സൃഷ്ടിച്ച് ആദത്തിന് കൊടുത്ത ദൈവം ഇന്ന് തക്കതായിട്ടുള്ള തുണയെ തന്നെ കൊണ്ട് തന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറെ കഴിയുമ്പോൾ തോന്നും ദൈവത്തിന് എന്തോ തെറ്റ് പറ്റിയതാണെന്നൊരു സംശയമുണ്ട്. ഒരു തെറ്റും പറ്റില്ല കർത്താവിന്. നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന, നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ തന്നെ ജോബിനെ കുറിച്ചുണ്ടായിരുന്ന കർത്താവിന്റെ കരുണ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന മാനസാന്തരത്തിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ക്വാളിറ്റിയിൽ നമ്മുടെ പാർട്ട്ണർ എത്തും. ദാറ്റ്സ് ഗ്യാരണ്ടി ഗിവൺ ബൈ ദി ലോർഡ്, നോട്ട് ബൈ മീ. അതായത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. ദൈവം ആഗ്രഹിക്കുന്ന മാനസാന്തരത്തിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ക്വാളിറ്റിയിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണർ എത്തും, അല്ലെ ഒരിക്കലും എത്തത്തില്ല. ലോർഡ് ഈസ് എ റൈറ്റിയസ് ജഡ്ജ്. ദൈവം നീതിമാനായിട്ടുള്ളൊരു വിധിയാളാണ്. ദൈവത്തിന്റെ നീതിയെ മറികടക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. നമ്മൾ വായിക്കുന്നുണ്ട് നീതി ഇല്ല എന്നുള്ളത് ദൈവത്തിന് അഹിതകരമായി. ദൈവം നീതിമാനായിട്ടുള്ള വിധിയാളനാണ്. നമ്മളെ ദൈവം ശരിക്കും ഗുണപ്പെടുത്തും. ചിലപ്പോൾ മക്കൾ മുഖാന്തരായിരിക്കും, ചിലപ്പോൾ ഭാര്യ മുഖാന്തരായിരിക്കും, ചിലപ്പോൾ ജോലി സ്ഥലത്തുള്ള ആൾ മുഖാന്തരായിരിക്കും. എങ്ങനെയും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി. ഇതാണ് ക്രിസ്തു യേശുവിൽ നമ്മളെ കുറിച്ചുള്ള ദൈവഹിതം. നമ്മൾ അറിഞ്ഞേ പറ്റും. അപ്പൊ ഇതില് ഒരു എക്സാമ്പിളോടെ ഈ ജോനയുടെ പുസ്തകത്തില് ജോന ചാപ്റ്റർ 2 ജോന ചാപ്റ്റർ 2 ഇംഗ്ലീഷ് വായിച്ച ഇച്ചിരിയുടെ നല്ലതാണ്. ജോന ചാപ്റ്റർ 2 അപ്പൊ ജോന മത്സ്യത്തിന്റെ വയറ്റിലായി. എന്താ ജോന എന്താ ചെയ്തോണ്ടിരുന്നത്? പ്രാർത്ഥിച്ചോണ്ടിരിക്കണത്. ഓ, ഈ 3 ദിവസം പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഈ ബൈബിളൊന്ന് തുറന്നു നോക്കി വായിക്കും. അതെ, 3 ദിവസം ഉപവാസ പ്രാർത്ഥനയായിരുന്നു ജോനയുടെ. അപ്പൊ ജോന ആക്ച്വലി ഹി വാസ് ട്രൈങ് ഹിസ് ലെവൽ ബെസ്റ്റ് ടു കം ഔട്ട്. സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. മരിച്ചിട്ടുണ്ടാവും ഒരു സ്റ്റേജിൽ. എന്തായാലും മരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു സ്റ്റേജിൽ എന്താണെങ്കിലും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ എഴുതിയേക്കുന്ന കാര്യം നമുക്ക് വായിച്ചാൽ മതി. 2:7 തുടങ്ങി വായിക്കുമ്പോൾ വെൻ മൈ സോൾ ഫെയിൻറ്റഡ് വിത്തിൻ മീ. നാച്ചുറലി ജോനെ നമ്മളെ പോലെ ഒരു മനുഷ്യൻ തന്നെയാണ്. ജീവനുള്ളപ്പോൾ എങ്ങനെയെങ്കിലും പുറത്ത് ചാടാൻ മാക്സിമം ട്രൈ ചെയ്ത്. ഇങ്ങനെ സ്ലിപ്പറി ആയിരിക്കും വയറിനകത്തൊക്കെ. തിമിംഗലത്തിന്റെ വയറെന്ന് പറഞ്ഞാൽ ഈ റൂമിനേക്കാൾ വലുതായിരിക്കും. അതിങ്ങനെ സ്ട്രഗിൾ ചെയ്തു. ഇങ്ങനെ പുറത്തേക്ക് വായിക്കണം, അല്ലെ പുറത്തേക്ക് ആടി വരാൻ പറ്റുള്ളൂ. നോക്കി ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തു. അവസാനം 7 വെൻ മൈ സോൾ ഫെയിൻറ്റഡ് വിത്തിൻ മീ ഐ റിമെമ്പേർഡ് ദി ലോർഡ്. അത് ആദ്യം തുടങ്ങി ഉപവാസ പ്രാർത്ഥനയായിരുന്നാണ് എഴുതി വെച്ചിരുന്നത്. എന്റെ ദൈവമേ, കാരണം ഒന്നാമത് ദൈവത്തിൽ നിന്ന് തലതിരിഞ്ഞാൽ പോന്നേക്കുന്നത്. അപ്പോ വെൻ മൈ സോൾ ഫെയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ എന്റെ എല്ലാ അറ്റംപ്റ്റും ഫെയിൽ ആയപ്പോ എന്നാ വാക്കിന്റെ അർത്ഥം. വെൻ മൈ സോൾ ഫെയിൻറ്റഡ് വിത്തിൻ മീ I remembered the Lord. He could have remembered right from the beginning, but he did not remember. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. എല്ലാ അറ്റംപ്റ്റും തകർന്നു കഴിയുമ്പോൾ അവസാനം എന്ത് ചെയ്യും? അപ്പൊ സറണ്ടർ ചെയ്യും. Then I remembered the Lord, and my prayer went up to you into your holy temple. Those who regard worthless idols forsake their own mercy. 9th sentence. But I will sacrifice to you with the voice of thanksgiving. I will pay what I have owed. അതായത് I will pay what I have owed. അപ്പൊ എന്തൊക്കെ ഓർത്ത് കാണും? ഇനി ഞാൻ നിനവേക്ക് പൊക്കോളാം കർത്താവെ, എന്തൊക്കെ പറഞ്ഞാലും അനുസരിച്ചോളാം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളും അങ്ങനെയാണോ അനുസരിക്കുള്ളൂ? ആലോചിച്ചു. ഇത് ദൈവം, ഗോഡ് ഈസ് നോട്ട് എ റെസ്പെക്ട് ഓഫ് പേഴ്സൺസ്. ഏലിയ നമ്മുടെ സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. യോനായോട് ചെയ്ത ദൈവം നമ്മളോടും ചെയ്യും. അപ്പൊ ഇവിടെ I will sacrifice to you with the voice of thanksgiving. അതായത് എന്നെ ഈ അവസ്ഥയിലാക്കിയത് ഓർത്ത് യോന എന്ത് ചെയ്തു? ദൈവത്തിന് നന്ദി പറഞ്ഞു. കാരണം ദൈവത്തിൽ നിന്ന് മറുതലിച്ച് പോയ യോന ഈ അവസാനം കർത്താവെ എവിടെയൊക്കെ അയച്ചാലും ഞാൻ പോയിക്കോളാം, എവിടെ വേണേലും പോയിക്കോളാം, എന്ത് വേണേലും ചെയ്തോളാം, എല്ലാം എഗ്രി ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? നന്ദി പറഞ്ഞു ദൈവത്തിന്. അതായത് വിത്ത് ദി വോയിസ് ഓഫ് താങ്ക്സ് ഗിവിംഗ് I will pay what I have owed. Salvation is of the Lord. രക്ഷിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ. ഇല്ല, യഹോശാഫാത്ത് പറയുന്നുണ്ട്, ആസ പറയുന്നുണ്ട്, ബലവാനും ബലഹീനും ഇടയിൽ രക്ഷിക്കാൻ നീ മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് മിസറബിൾ കണ്ടീഷനിലാവട്ടെ, പക്ഷെ രക്ഷിക്കാൻ കർത്താവ് മാത്രമേ ഉള്ളൂ എന്ന് റിയൽ ആയിട്ട് ഏറ്റു പറഞ്ഞാൽ ദൈവത്തിന്റെ
പവർ അവിടെ റിവീൽഡ് ആവും. ഇവിടെ യോന പറയണം, ഐ വിൽ പേ വാട്ട് ഐ ഹാവ് വോട്ട്, സാൽവേഷൻ ഈസ് ഓഫ് ദി ലോർഡ്. അടുത്ത സെന്റൻസ് വായിച്ചു നോക്കി. 10. So therefore the Lord spoke to the fish and it vomited Jonah onto the dry land. ആ തളരുന്നവരെ, തകരുന്നവരെ, ഫെയിൻറ്റഡ് ആകുന്നേരം വരെ യോനായ്ക്ക് ദൈവത്തെ ഓർത്തില്ല. Then when my soul fainted within me, I remembered the Lord. I agreed to fulfill all the vows. ആലോചിച്ചു, നമ്മൾ ഇങ്ങനെയുള്ള കഷ്ടം വന്നാലാണോ ദൈവത്തെ അനുസരിക്കുള്ളൂ, അതെയോ നല്ല ഹൃദയത്തിൽ നിന്ന് അനുസരിക്കുമോ? I agreed to follow all the vows. Then I thank Lord for being. എന്തിനാ നന്ദി പറഞ്ഞേ? ഇന്ന് തിമിംഗലത്തിന്റെ ഉദരത്തിലായതിനെ കുറിച്ച് നന്ദി പറഞ്ഞു. കാരണം ഇത് ഐസ അല്ല, ആരാ? ഹിസ്കിയ പറഞ്ഞില്ലേ, ഞാൻ ഇനി കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ആലോചിച്ചു, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു നമുക്കുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു തീരുമാനമുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന് ഈ കാര്യത്തിൽ യാതൊരു കമ്പാഷനും ഇല്ല, ഒരു കരുണയില്ല, ഒന്നുമില്ല. എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ, ഇനി ഞാൻ കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കും? There is no ambition for me in this world, in this universe, but to fulfill your desire. അപ്പൊ ഇവിടെ എഴുതിയേക്കുവാണ്, so the Lord spoke to the fish. Fish is the adverse situation. അല്ലെ, ഫിഷ് എന്ന് പറയുന്നത് നമ്മൾ ഞെരുക്കി വെച്ചേക്കുന്ന ജീവിതാവസ്ഥ, പുറത്തേക്ക് ഡെവലപ്മെന്റ് ഇല്ലാത്ത അവസ്ഥയില്ല. And Lord is not speaking to the fish. Why? Because we are not, എന്താ പറയുന്നത്, നമ്മുടെ വോകൾ നമ്മൾ ഏറ്റുപറയുന്നില്ല, അല്ലെ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് ദൈവത്തോട് നമ്മൾ നന്ദി പറയുന്നില്ല. അത് praising God is the powerful weapon to avenge the enemies or to get out of the situation. നമ്മൾ ചിന്തിച്ചു, praising the Lord and thanking the Lord is different from worshipping the Lord and praying to the Lord. പ്രയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറയേണ്ടതല്ല, നമ്മുടെ ആവശ്യങ്ങൾ പറയണം, പക്ഷെ ഇതെല്ലാം ഡിഫറെന്റ് സ്പിരിച്വൽ ആട്രിബ്യൂട്ട്സ് ആണ്. Praying to the Lord is different, then thanking the Lord is different, praising the Lord is different, and worshipping the Lord is different. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ